जैसा सोचोगे तुम वैसा बन जाओगे, जैसा कर्म होगा वैसा पल पाओगे। श्रेष्ठ कर्म का आधार है खुद का कर लो दर्शन, यही जीवन का सार है, यही जीवन का सार है। जैसा सोचोगे तुम वैसा बन जाओगे, जैसा कर्म होगा वैसा पल पाओगे। मन में हो शुभ संकल्प तो जीवन में फिर दुख कैसा, जब अंतर में शुभ भावना तो दिल में सुख सावन जैसा। हार कर जो ना हारे जीत उसी की होती है, घनघोर अंधेरे में भी जलती जगमग उसकी ज्योति है। जैसा देखोगे तुम वैसा बन जाओगे, जैसा चाहोगे तुम वैसा बन जाओगे। सूरज है तो है किरण, बादल है तो है पवन, प्राण है तो है तन मन, सात सुरों में है सरगम। जो धरती है तो है सागर, जल थल है तो है जीवन, जीवन है तो है भगवन। भगवान के समय सोचोगे तुम वैसा बन जाओगे, जैसा कर्म होगा वैसा पल पाओगे। श्रेष्ठ कर्म का आधार है खुद का कर लो दर्शन, यही जीवन का सार है, यही जीवन का सार है। जैसा सोचोगे तुम वैसा बन जाओगे, जैसा कर्म होगा वैसा फल पाओगे। जैसा सोचोगे तुम
ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് 2/6/2024. റിവൈസ് ഡേറ്റ് 18/1/2000. 2000 ജനുവരി 18 ബാബ പറഞ്ഞ മുരളിയാണ്, അവ്യക്ത മുരളി. അവ്യക്ത മുരളിയുടെ ഹെഡിങ് ബാബ പറയുന്നത് ബ്രഹ്മാ ബാപ് സമാൻ त्याग तपस्या और सेवा का വൈബ്രേഷൻ വിശ്വമേം ഫൈലാവോ. ബാബ പറയുന്നത് ബ്രഹ്മാ ബാബയ്ക്ക് സമാനം ത്യാഗം, തപസ്യ, സേവനം, ഇതിന്റെ എല്ലാം വൈബ്രേഷൻസ് വിശ്വത്തില് പരത്തു എന്നാണ് ബാബ പറയുന്നത്. ആജ് സമർത്ത് ബാബ് ദാദാ അപ്പനെ സമർത്ത് ബച്ചോം കോ ദേഖ് രഹേ ഹേ. ഇന്ന് സമർത്ഥനായ ബാബ് ദാദ തന്റെ സമർത്ഥരായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആജ് കാ ദിൻ സ്മൃതി ദിവസ് സോ സമർത്ഥ ദിവസ് ഹേ. ഇന്നത്തെ ദിവസം എന്താണ് ബാബ പറയുന്നത്? സ്മൃതി ദിവസവുമാണ് സമർത്ഥ ദിവസവുമാണെന്ന് പറയാം. ബ്രഹ്മബാബയുടെ സ്മൃതി ദിവസമാണല്ലോ ജനുവരി 18. അപ്പോൾ സ്മൃതി ദിവസവുമാണ് സമർത്ഥ ദിവസവുമാണെന്ന് പറയാ ബാബ. आज का दिन बच्चों को सर्व शक्तियां विल में देने का दिवस है. ഇന്നത്തെ ദിവസം കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും സർവശക്തികളും ഇഷ്ടദാനമായിട്ട് കൊടുക്കുന്ന ദിവസമാണ് എന്ന് പറയാ ബാബ. दुनिया में अनेक प्रकार की विल होती है, लेकिन ब्रह्मा बाप ने बाप से प्राप्त हुए सर्व शक्तियों की विल ബച്ചോം കോക്കി. അപ്പൊ ബാബ എന്താ പറയുന്നത്? ലോകത്തില് അനേക പ്രകാരത്തിലുള്ള ഇഷ്ടദാനമൊക്കെ ഉണ്ട് അല്ലെ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വസ്തു വൈഭവങ്ങളെല്ലാം ഇഷ്ടദാനം ചെയ്യും ലൗകികത്തിലൊക്കെ. അപ്പൊ അങ്ങനെ അനേക പ്രകാരത്തിലുള്ള ഇഷ്ടദാനമുണ്ട്. പക്ഷെ ഇവിടെയാണെങ്കിലോ ബ്രഹ്മാ ബാബ ശിവബാബയിലൂടെ പ്രാപ്തമായിട്ടുള്ള സർവശക്തികളും, ബ്രഹ്മബാബയ്ക്ക് ശിവബാബയിലൂടെ പ്രാപ്തമായ സർവശക്തികളും ഇഷ്ടദാനമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അപ്പൊ അത് സൂക്ഷ്മത്തിലുള്ള ഒരു ഇഷ്ടദാനം, സൂക്ഷ്മ ശക്തികളാണ് അല്ലെ? ഏസി അലൗകിക് വിൽ ഓർ കോയി ബി കർ നഹി സക്തേ ഹേ. അപ്പൊ ബാബ എന്താ പറയണ? ഇങ്ങനെയുള്ള ഒരു അലൗകികമായ ഇഷ്ടദാനം, ഇതിങ്ങനെ ഒരു സൂക്ഷ്മ ശക്തികളും ഗുണങ്ങളും ഒരു ഇഷ്ടദാനം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൗകികത്തിൽ നടക്കുന്ന കാര്യമല്ല, അതൊരു അലൗകികമായിട്ടുള്ളൊരു ഇഷ്ടദാനാണ്. ഇങ്ങനെയുള്ളൊരു അലൗകികമായിട്ടുള്ളൊരു ഇഷ്ടദാനം വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറയാ ബാബ. ബാപ്പിനെ ബ്രഹ്മാ ബാപ്പ് കോ സാഗാർ മേ നിമിത് ബനായ और ब्रह्मा बाप ने बच्चों को निमित्त बाबा का वरदान दे विल किया. അപ്പൊ ബാബ എന്താ പറയുന്നത്? ശിവബാബ എന്താ ചെയ്തത്? ബ്രഹ്മാ ബാബയെ സാകാരത്തില് നിമിത്തമാക്കി മാറ്റി അല്ലെ? സാകാരത്തില് നിമിത്തമായിട്ടുള്ള മാറിയതാരാ? ബ്രഹ്മാ ബാബേനെയാണ് ശിവബാബ നിമിത്തമാക്കിയത്. പക്ഷെ ബ്രഹ്മാ ബാബ എന്ത് ചെയ്തു? കുട്ടികൾക്ക് നിമിത്ത് ഭവ എന്നുള്ള വരദാനം കുട്ടികൾക്ക് ഇഷ്ടദാനമായിട്ട് കൊടുത്തു എന്ന് പറയാ ബാബ. യഹ് വിൽ ബച്ചോ മേ സഹജ് പവേഴ്സ് की അനുഭൂതി कराती रहती है. ഈ ഇഷ്ടദാനം കുട്ടികളിലെ സഹജമായിട്ട് ശക്തിയുടെ അനുഭവം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാം. കുട്ടികൾക്ക് തന്നിൽ ബ്രഹ്മാ ബാബയ്ക്ക് ശിവബാബയിലൂടെ പ്രാപ്തമായിട്ടുള്ള സർവശക്തികളും എന്താണ് ഇഷ്ടദാനമായിട്ട് കൊടുത്തുല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ഈ ശക്തിയിലൂടെ കുട്ടികൾക്ക് അപ്പൊ എന്താണ് സഹജമായിട്ട് ആ പവേഴ്സ്, ഓരോ പവേഴ്സും ഒരു പരിശ്രമം കൂടാതെ സഹജമായിട്ട് അവർക്ക് അനുഭൂതി ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കെന്ന് പറയാ ബാബ. ഏക് ഹേ അപ്നെ പുരുഷാർത്ഥ കി പവേഴ്സ് और यह है പരമാത്മാ വിൽ ദ്വാര പവേഴ്സ് കി പ്രാപ്തി. ഒന്നുണ്ട് സ്വയം പുരുഷാർത്ഥം ചെയ്യുമ്പോൾ കിട്ടുന്ന പവേഴ്സ് അല്ലെ? ഓരോരുത്തരും കുട്ടികൾ, നമ്മൾ ഓരോരുത്തരും പുരുഷാർത്ഥം ചെയ്യുന്നതിലൂടെ നമുക്ക് ശിവബാബയിൽ നിന്നും കിട്ടുന്ന പവേഴ്സ് ഉണ്ട്. പക്ഷെ ഈ ഒരു പവർ എന്ന് പറയുന്നത് ശിവബാബയിലൂടെ പരമാത്മാവിലൂടെ
കിട്ടുന്ന ആ ഒരു ഇഷ്ടദാനാണ്, ഇഷ്ടദാനത്തിന്റെ ഒരു പ്രാപ്തിയാണെന്ന് പറയാ ബാബ. യഹ് പ്രഭു ദേൻ ഹേ, യഹ് പ്രഭു വരദാൻ ഹേ. ഇത് പ്രഭു തന്നിട്ടുള്ളതാണ്, ഇത് പ്രഭുവിന്റെ വരദാനമാണെന്ന് പറയാ ബാബ. യഹ് പ്രഭു വരദാൻ ചലാ രഹാ ഹേ, ഈ പ്രഭു വരദാനമാണ് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാ ബാബ. वरदान में पुरुषार्थ की मेहनत नहीं, लेकिन सहज और स्वद निमित्त बनाकर चलाते रहते हैं. അപ്പൊ ബാബ എന്താ പറയുന്നത്, വരദാനത്തിൽ, ഈ വരദാനം കിട്ടുക എന്ന് പറയുന്നത് അതൊരു പരിശ്രമമൊന്നുമില്ല അല്ലെ. വരദാനം നമുക്ക് ബാബ ഡയറക്റ്റ് തരുന്നതാണ്. അപ്പൊ ഈ വരദാനത്തിൽ എന്ന് പറയുന്നത് പുരുഷാർത്ഥത്തിന്റെ ഒന്നും പരിശ്രമമൊന്നുമില്ല, അത് സഹജമായും സ്വതവേയും നമ്മളെ നിമിത്തമാക്കി മാറ്റി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാ. ഈ ബാബയിൽ നിന്ന് കിട്ടുന്ന, ബാബ നമുക്ക് ദിവസവും വരദാനം തരുന്നുണ്ട് അല്ലെ. അത് നമുക്ക് വളരെ സഹജമായിട്ടും സ്വതവേയും നമുക്ക് നിമിത്തമായിട്ട് മാറി നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും ഈ വരദാനങ്ങൾ എന്ന് പറയാ ബാബ. सामने थोड़े से रहे, लेकिन बाप दादा द्वारा विशेष ब्रह्मा बाप द्वारा വിശേഷ് ബച്ചോംകോ യഹ് വിൽ പ്രാപ്ത് ഹുയേ ഹേ. അപ്പൊ ബാബ എന്താ പറയുന്നത്, മുന്നില് കുറച്ച് കുട്ടികളുണ്ട്, എങ്കിലും ബാബ്ദാദയിലൂടെ, വിശേഷ ബ്രഹ്മാ ബാബയിലൂടെ വിശേഷ കുട്ടികൾക്ക് ഈ ഇഷ്ടദാനം പ്രാപ്തമായിരിക്കുകയാണ് എന്ന് പറയാ ബാബ. ഓർ ബാബ്ദാദാ ने भी देखा कि जिन बच्चों को बाप के दिल की उन सभी बच्चों ने उस പ്രാപ്ത് വിൽ കോ അച്ചി തരഹ് സേ കാര്യമേം ലഗായ. അപ്പൊ ബാബ എന്താ പറയുന്നത്, ബാബ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ കുട്ടികൾക്കാണോ ബാബയിലൂടെ ഈ ഇഷ്ടദാനം കിട്ടിയത്, ആ എല്ലാ കുട്ടികളും, അതിൽ സ്പെഷ്യലായി ബാബ പറയുന്നുണ്ട് ആദിരത്നങ്ങളും അതുപോലെ തന്നെ സേവയ്ക്ക് നിമിത്തമായ കുട്ടികളും. ഈ എല്ലാ കുട്ടികളും ഈ ബാബയിൽ നിന്നും പ്രാപ്തമായ ഈ ഇഷ്ടദാനം ഉണ്ടല്ലോ, ഈ ഇഷ്ടദാനത്തെ എല്ലാം നല്ല രീതിയിൽ കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയാ ബാബ. ഓർ ഉസ് വിൽ കെ കാരൺ ആജ് യഹ് ബ്രാഹ്മൺ പരിവാർ ദിൻ പ്രതിദിൻ ബഡ്താ ഹി ജാതാ ഹേ. അപ്പൊ ബാബ എന്താ പറയുന്നത്, ഈ ഇഷ്ടദാനം കാരണം, ബാബ കൊടുത്തിട്ടുള്ള വരദാനമായി കൊടുത്തിട്ടുള്ള ഇഷ്ടദാനം ഉണ്ടല്ലോ, ഇത് കാരണം ഇന്ന് ഈ ബ്രാഹ്മണ പരിവാരം ദിനം പ്രതിദിനം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാം. അഭിവൃദ്ധി ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വരദാനത്തിലൂടെ, ഈ ഒരു ഇഷ്ടദാനത്തിലൂടെ. ബച്ചോം കി വിശേഷതാ കെ കാരൺ യഹ് വൃദ്ധി ഹോനി ദി ഓർ ഹോ രഹി ഹി. അതായത് കുട്ടികളുടെ ആ വിശേഷത കാരണം ഈ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ടെന്ന് പറയാം. बाप दादा ने देखा कि निमित्त बने हुए और साथ देने वाले दोनों प्रकार के बच्चों की दो विशेषताएं बहुत अच्छी रही. ബാബ എന്താ പറയുന്നത്, ബാബ്ദാദ എന്താ കണ്ടത്, നിമിത്തമായിട്ട് മാറിയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അതുകൂടാതെ തന്നെ അവർക്ക് കൂടെ കൂട്ടു നിൽക്കുന്ന കുട്ടികളുണ്ട്. ഈ രണ്ട് പ്രകാരത്തിലുള്ള കുട്ടികളിലും ബാബ രണ്ട് തരത്തിലുള്ള വിശേഷത വളരെ നന്നായിട്ട് തന്നെ കാണപ്പെടുന്നു എന്ന് പറയാ ബാബ. രണ്ട് വിശേഷതകള് ഈ രണ്ട് പ്രകാരത്തിലുള്ള കുട്ടികളിലും ബാബ കാണപ്പെടുന്നുണ്ട്. അതിൽ ബാബ പറയുന്നത് പഹലി വിശേഷത, ആദ്യത്തെ വിശേഷത എന്താ കുട്ടികളിൽ ബാബ കണ്ടത്, ചാഹെ സ്ഥാപന കെ ആദി രത്ന ചാഹെ സേവാ കെ രത്ന ദോനോ മേം സംഘടൻ की യൂണിറ്റി बहुत बहुत अच्छी रही. അപ്പൊ ബാബ എന്താ പറയുന്നത്, സ്ഥാപനയ്ക്ക് നിമിത്തമായ ആദി രത്നങ്ങളായാലും അതുപോലെ സേവയ്ക്ക് നിമിത്തമായിട്ടുള്ള രത്നങ്ങളായാലും ഈ രണ്ട് തരം കുട്ടികളിലും ബാബ എന്താ കണ്ടത്, സംഘടനയുടെ ഐക്യം. ആ ഒരു സംഘടനയുടെ ഐക്യം വളരെ വളരെ നന്നായിട്ട് തന്നെ ബാബ കണ്ടു എന്ന് പറയാം. അതാണ് ഫസ്റ്റ് വിശേഷത ബാബ കുട്ടികളിൽ കണ്ടത്. किसी में भी क्यों क्या कैसे यह संकल्प मात्र भी नहीं रहा. ആരിലും, ഒരു കുട്ടിയിൽ പോലും എന്താണ്, എന്തുകൊണ്ട്, എങ്ങനെ, ഇങ്ങനെയുള്ള ഒരു സങ്കല്പം പോലും ആരിലും ബാബ കണ്ടില്ല എന്ന് പറയാം. ആരിലും അങ്ങനെയുള്ള ഒരു സങ്കല്പം ഉണ്ടായിരുന്നില്ല. ദൂസരി വിശേഷത ഏകനെ കഹ ദൂസരേനെ മാന. ഇനി രണ്ടാമത്തെ വിശേഷത ബാബ എന്താ കണ്ടത്,
ഒരാൾ പറഞ്ഞു, മറ്റേയാള് അതിനെ മാനിച്ചു. അതായത് അവർക്ക് ആ ബഹുമാനം കൊടുക്കാണ്, പരസ്പരമുള്ള ബഹുമാനം. ഒരാൾ പറഞ്ഞ ആ ഒരു കാര്യത്തെ മാനിക്കുക, അതും ഒരു വിശേഷതയാണല്ലോ. അതാണ് ബാബ പറയുന്നത്. യഹ് एक्स्ट्रा पावर्स के विल के वायुमंडल में विशेषता रही, इसलिए सर्व निमित्त बनी हुई आत्माओं को बाबा बाबा ही दिखाई देता रहा. അപ്പൊ ബാബ എന്താ പറയുന്നത്, ഈ രണ്ട് വിശേഷത, ഒന്നാമത്തെ ബാബ പറഞ്ഞത് രണ്ട് പ്രകാരത്തിലുള്ള കുട്ടികളിലും സംഘടനയുടെ ഐക്യം, അതാണ് ബാബ ആദ്യത്തെ വിശേഷത കണ്ടത്. രണ്ടാമത്തെ ബാബ പറയുന്നത് ഒരാൾ പറഞ്ഞാൽ അടുത്ത ആളതിനെ മാനിക്കുക, അതും രണ്ടാമത്തെ വിശേഷത. ഈ എക്സ്ട്രാ പവേഴ്സ് ഇഷ്ടദാനത്തിലൂടെ വായുമണ്ഡലത്തില് ഈ ഒരു വിശേഷത ബാബ കാണപ്പെട്ടു എന്ന് പറയാം. ഇസ്ലിയെ അതുകൊണ്ട് സർവ നിമിത്ത് ബനേ ഹുയി ആത്മാവും കോ, അതായത് നിമിത്തമായിട്ട് മാറിയ എല്ലാ ആത്മാക്കൾക്കും ബാബ ബാബാ ഹി ദിക്കായി ദേ തരഹ, ബാബ ബാബ എന്ന് മാത്രമാണ് അവർക്ക് കാണപ്പെട്ടത്. അവർക്ക് എല്ലാം ബാബ, അതായത് ബാബയാണ് ചെയ്യുന്നത്, ബാബയാണ് എനിക്ക് ആ വിശേഷത തന്നത്, ബാബയാണ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർക്ക് സകലതും എല്ലാം അവർക്ക് ബാബ ബാബ എന്നുള്ളത് മാത്രമാണ് അവർക്ക് കാണപ്പെട്ടതെന്ന് പറയാം. ഈ സേവനത്തിന് നിമിത്തമായിട്ടുള്ളതും അതുപോലെ ആദിരത്നങ്ങൾക്കും ഒക്കെ ആ രണ്ട് കുട്ടികളിലും ബാബ കാണപ്പെട്ട വിശേഷതകളാണ് ബാബ പറയുന്നത്. बाप दादा ऐसे समय पर निमित्त बने हुए बच्चों को दिल से प्यार दे रहे हैं. അതായത് ബാബ് ദാദ ഈ ഒരു സമയത്ത് നിമിത്തമായിട്ട് മാറിയിട്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഹൃദയത്തിൽ നിന്നും സ്നേഹം നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാ ബാബ. ബാപ്പ് കി കമാൽ തോ ഹേ ഹി ലേക്കിൻ ബച്ചോം കി കമാൽ ബി കം നഹി ഹേ. അപ്പൊ ബാബ എന്താ പറയുന്നത്, ബാബയുടെ അത്ഭുതമാണ് ശരിക്കും, പക്ഷെ ബാബ പറയുന്നത് എന്താണ്, കുട്ടികളുടെയും അത്ഭുതം അത് അത്രയും കുറവൊന്നുമല്ല എന്ന് പറയാ. കുട്ടികളും കാണിക്കുന്ന അത്ഭുതം അത്രയും കുറവല്ല എന്ന് പറയാ. ഇത് ബാബ വളരെ നിരഹങ്കാരിയായിട്ടാണ് ഇവിടെ പറയുന്നത്. കാരണം ബാബയാണ് എല്ലാം ഓരോ കുട്ടികളിലൂടെ ചെയ്യുന്നത്. പക്ഷെ ബാബ പറയുന്നത് കുട്ടികളും കാണിക്കുന്ന അത്ഭുതം അത്രയും കുറച്ചൊന്നല്ല എന്ന് പറയാ ബാബ. ഓർ ഉസ് സമയ കാ സംഘടൻ യൂണിറ്റി हम सब एक है, वही आज भी सेवा को बढ़ा रही है. അപ്പൊ ബാബ പറയുന്നത് ആ ഒരു സമയത്തെ ആ സംഘടനയുടെ ഐക്യം, അതായത് ഞങ്ങൾ എല്ലാവരും ഒന്നാണ്, ആ ഒരു ഐക്യം അന്നുണ്ടായിരുന്നു, അത് തന്നെയാണ് ഇന്നും സേവനത്തിൽ മുന്നേറാൻ സഹായിക്കുന്നത് എന്ന് പറയാ ബാബ. ആ ഒരു ഐക്യം ഉണ്ടല്ലോ കുട്ടികൾ തമ്മിലുള്ള, ഞങ്ങൾ ഒന്നാണ്, ഹം സബ് ഏക് ഹേ, ഞങ്ങൾ എല്ലാവരും ഒന്നാണെന്നുള്ള ആ ഒരു ഐക്യമാണ് ഇന്നും സേവനത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാ ബാബ. ക്യൂം, അത് എന്തുകൊണ്ടാന്ന് ചോദിക്കുക ബാബ. നിമിത്ത് ബനി ഹുയി ആത്മാവോം കാ ഫൗണ്ടേഷൻ പക്കാ രഹ, അതായത് നിമിത്തമായി മാറിയിട്ടുള്ള എല്ലാ ആത്മാക്കളുടെയും അടിത്തറ എന്ന് പറയുന്നത് വളരെ ഉറച്ചതായിരുന്നു എന്ന് പറയാം. അവരിളകില്ല, ഒരു കാര്യത്തിലും അവർക്കൊരു ചഞ്ചലതയോ ഇളക്കമോ ഒന്നിലും അവര് വരില്ല. കാരണം അവരുടെ അടിത്തറ എന്ന് പറയുന്നത് അത്രയും ഉറച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഞങ്ങൾ ഒന്നാണെന്നുള്ള ആ ഒരു സ്ഥിതി ഉണ്ടല്ലോ, അതിൽ ഒരു ഇളക്കവും വരില്ല. അതാണ് ഇന്നും നമ്മളുടെ ഈ യജ്ഞം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സേവനത്തിലൊക്കെ അത്രയും ഉയർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഫൗണ്ടേഷൻ പക്കയായതുകൊണ്ടാന്ന് പറയാ ബാബ. तो बाप दादा भी आज के दिन बच्चों की कमाल को गा रहे थे. അതായത് ബാബ പറയുന്നത് ഇന്ന് ബാബ് ദാദ കുട്ടികളുടെ ഈ അത്ഭുതങ്ങളില്ലേ അതിനെ കുറിച്ച് ബാബ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബച്ചോംനെ ചാരോം ഓർ സെ പ്യാർ കി മാലായേം പഹനായി ഓർ ബാപ്പിനെ ബച്ചോം കി കമാൽ കെ ഗുൺഗാൻ കിയ. അതായത് ബാബ പറയുന്നത് കുട്ടികളാണെങ്കിലോ 4 ഭാഗത്തു നിന്നുള്ള സ്നേഹത്തിന്റെ മാലകളെല്ലാം അർപ്പിക്കുന്നുണ്ട്. അപ്പൊ ബാബ എന്താ ചെയ്യുന്നത്, കുട്ടികളുടെ അത്ഭുതത്തിന്റെ ഗുണഗാനം പാടിക്കൊണ്ടിരിക്കുക. ഇത്തന സമയ ചലനാ ഹേ യഹ് സോച്ചാദ, അതായത് ഇത്രയും സമയം പോകണമായിരുന്നോ, ഇത്രയും സമയം വീണ്ടും കിട്ടി എന്നുള്ളത് ചിന്തിച്ചിരുന്നോ ചോദിക്കുക. കാരണം ഇത് ബാബ്ദാദ
ബ്രഹ്മബാബ അവ്യക്തമായതിനു ശേഷം പറയുന്നതാണല്ലോ. അപ്പോൾ ബ്രഹ്മബാബ അവ്യക്തമായപ്പോൾ കുട്ടികൾക്ക് എന്താ തോന്നിയത്? ഇപ്പൊ ഞങ്ങൾക്കും വേഗം തിരിച്ചു പോകണം എന്നാണ് കുട്ടികൾ കരുതിയിരുന്നത്. അപ്പൊ അതാണ് ബാബ ചോദിക്കുന്നത്, ഇത്രയും സമയം കൂടി ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നോ? കിത്തന സമയ ഹോഗയ, എത്ര സമയം കടന്നുപോയി എന്ന് ചോദിക്കാം. സബി കെ മുഖ സെ ദിൽ സെ യഹി നിക്കൽത്ത അബ് ചൽനാ ഹേ. അതായത് എല്ലാവരുടെ മുഖത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വരുന്നത് എന്താണ്? ഇപ്പോ തിരികെ പോകണം എന്നുള്ളത് തന്നെയായിരുന്നു എല്ലാവരുടെ മുഖത്തുനിന്നും വന്നിരുന്നത്. ലേക്കിൻ ബാപ്ദാദ ജാൻതേ ദേ കി അബി അവ്യക്ത രൂപ കി സേവ ഹോനി ഹേ. അപ്പൊ ബാബയ്ക്ക് അറിയാം എന്താണ്? ബാപ്ദാദയ്ക്ക് അറിയാം ഇപ്പോ അവ്യക്ത രൂപത്തിലുള്ള സേവനം തീർച്ചയായിട്ടും വേണമെന്നുള്ളത് ബാപ്ദാദയ്ക്ക് അറിയാം. സാഗാർമേം ഇത്തന ബഡാ ഹോൾ ബനായാദാ. അതായത് ബ്രഹ്മബാബ സാഗാരത്തിലുള്ള സമയത്ത് ഇത്രയും വലിയ ഹോൾ ഉണ്ടാക്കിയിരുന്നോ എന്ന് ചോദിക്കുക ബാബ. ബാബാക്കെ അതിലാഡ്ലെ ഡബിൾ വിദേശി ആയേതേ. അതായത് ബാബയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡബിൾ വിദേശി കുട്ടികൾ ആ സമയത്ത് വന്നിരുന്നോ? तो विशेष डबल विदेशियों का अव्यक्त पालना द्वारा अलौകിക ജന്മ ഹോനാ ഹീദാ. അപ്പൊ ബാബ പറയുന്നത് വിശേഷ ഡബിൾ വിദേശി കുട്ടികളുണ്ടല്ലോ, അവരുടെ അവ്യക്ത പാലന അലൗകിക ജന്മത്തിലൂടെ ആണ്. അതായത് അവര് അങ്ങനെയാണ് ജന്മമെടുത്തത്, അവ്യക്തത്തിലൂടെയാണ്. അതായത് ബ്രഹ്മബാബ അവ്യക്തമായതിനു ശേഷമാണ് വിദേശത്തിലൊക്കെ സേവനം വളരെ കൂടുതൽ നടന്നത്. അങ്ങനെയാണ് കുറെ വിദേശി കുട്ടികളൊക്കെ ബാബയുടെ മക്കളായി മാറിയത്. ആ അവ്യക്ത പാലന, അവ്യക്ത സേവനം വളരെയധികം നടന്നിട്ടുണ്ട് ബാബ അവ്യക്തമായതിനു ശേഷം. അപ്പൊ അങ്ങനെ അവ്യക്ത പാലനയിലൂടെ അലൗകിക ജന്മം കുറെ ഡബിൾ വിദേശി കുട്ടികൾക്ക് പ്രാപ്തമായിട്ടുണ്ട്. അപ്പൊ അത് അതങ്ങനെ നടക്കണമായിരുന്നു. അതാണ് ബാബ പറയുന്നത്, ഇത്തനെ സബ് ബച്ചോം കോ ആനാഹിദ. ഇത്രയും അധികം കുട്ടികൾക്ക് വരണമായിരുന്നു. അപ്പൊ ആ ഒരു അവ്യക്ത പാലനയിലൂടെ അങ്ങനെ ഒരു അലൗകിക ജന്മം ഡബിൾ വിദേശി കുട്ടികൾക്ക് കിട്ടണമായിരുന്നു. അപ്പൊ അതിനായിട്ട് എന്താണ് ബാബ്ദാദയ്ക്ക് ബ്രഹ്മബാബയ്ക്ക് അവ്യക്തമാവണമായിരുന്നു അല്ലെ. इसलिए ब्रह्मा बाप को अपना साकार शरीर भी छोड़ना पड़ा. ഇതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മബാബ തന്റെ സാകാര ശരീരവും ഉപേക്ഷിച്ചത് അല്ലെ. സാകാരത്തിലിരിക്കുമ്പോ ശിവബാബയ്ക്ക് ബ്രഹ്മബാബയുടെ ശരീരം കൊണ്ട് സേവനം ചെയ്യാന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ. കാരണം ബാബയുടെ വൃദ്ധ ശരീരമാണ്, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ ശരീരത്തിന്. അപ്പൊ അതുപയോഗിച്ചിട്ട് ഇത്രയും അധികം സേവനം ചെയ്യാന്ന് പറയുന്നത് ശിവബാബയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് അവ്യക്തമായതിനു ശേഷം സൂക്ഷ്മ ശരീരം ഉപയോഗിച്ചിട്ട് വളരെയധികം സേവനം, വളരെ ഫാസ്റ്റായിട്ട് സേവനം ചെയ്യാൻ ശിവബാബയ്ക്ക് കഴിഞ്ഞിരുന്നു. അതാണ് ബാബ്ദാദ അവ്യക്തമായതിനു ശേഷമാണ് കൂടുതൽ സേവനം വിദേശത്തൊക്കെ നടന്നിട്ടുള്ളതെന്ന് പറയാം. ഡബിൾ വിദേശിയോം കോ നശാ ഹേ കി ഹം അവ്യക്ത പാലനാക്കെ പാത്ര ഹേ. അപ്പൊ ഡബിൾ വിദേശി കുട്ടികളോട് ചോദിക്കുക, ബാബ നിങ്ങൾക്ക് ഇത്രയും ലഹരിയുണ്ടോ? ഞങ്ങള് അവ്യക്ത പാലനയ്ക്ക് പാത്രമായി എന്നുള്ള ആ ലഹരി നിങ്ങൾ കുട്ടികൾക്കുണ്ടോ എന്ന് ചോദിക്കുക ബാബ. ഡബിൾ വിദേശി കുട്ടികൾക്ക്, അവരാണല്ലോ കൂടുതലും അവ്യക്ത പാലന ഏറ്റുവാങ്ങിയത് അവരാണ്. അതാണ് ബാബ ചോദിക്കുന്നത്. ബ്രഹ്മബാബ കാ ത്യാഗ് ഡ്രാമമേം വിശേഷ് നൂന്താ ഹുവാ ഹേ. അതായത് ബ്രഹ്മബാബയുടെ ത്യാഗം എന്ന് പറയുന്നത് ഡ്രാമയില് വളരെ വിശേഷമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് എന്ന് പറയാം. आदि से ब्रह्मा बाप का त्याग और आप बच्चों का भाग्य नूंदा हुआ है. അതായത് തുടക്കം മുതലേ തന്നെ ബ്രഹ്മബാബയുടെ ത്യാഗവും അതുപോലെ തന്നെ താങ്കൾ കുട്ടികളുടെ ഭാഗ്യവും ഇത് ഡ്രാമയിൽ തുടക്കം മുതലേ തന്നെ അടങ്ങിയിരിക്കുന്നു എന്ന് പറയാ ബാബ. സബ്സെ നമ്പർ 1 ത്യാഗ കാ എക്സാമ്പിൾ ബ്രഹ്മ ബാപ്പ് ബന. അതായത് നമ്പർ 1 ത്യാഗത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് ആര് മാറി? ബ്രഹ്മബാബ മാറി എന്ന് പറയാം. ത്യാഗ് ഉസ്കോ കഹാ ജാതാ ഹേ ജോ സബ് കുച്ച് പ്രാപ്ത് ഹോത്തേ ഹുയേ ത്യാഗ് കരേ. അതായത് ത്യാഗം എന്ന് ഇതിനെയാണ് പറയുക എന്ന് പറയാ ബാബ. ഏതിനെ? അതായത് എല്ലാം ഉണ്ടായിരുന്ന, എല്ലാം പ്രാപ്തമായിരിക്കുന്ന സമയത്ത് ത്യാഗം ചെയ്യാം. എല്ലാതുകൊണ്ടും നിറഞ്ഞിരിക്കുന്ന സമയത്ത് ത്യാഗം ചെയ്യാം. അതിനെയാണ് ത്യാഗം എന്ന് പറയുന്നതെന്ന് പറയാം.
അല്ലാതെ സമയ അനുസാർ സമസ്യായോം കെ അനുസാർ ത്യാഗ് ശ്രേഷ്ഠ ത്യാഗ് നഹി ഹെ. അല്ലെങ്കിൽ സമയം വരുമ്പോ അല്ലെങ്കിൽ പരിതസ്ഥിതികളും സമസ്യകളൊക്കെ വരുന്ന സമയത്ത് ത്യാഗം ചെയ്യാം. അല്ലാതെ ഇപ്പൊ വിനാശം ഇപ്പൊ വരും അപ്പൊ ഞാൻ എല്ലാം ത്യാഗം ചെയ്യാം, അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി എന്തെങ്കിലും ഒരു സമസ്യ വന്നു ആ സമയത്ത് ത്യാഗം ചെയ്യാം, അങ്ങനെയല്ല. അതിനൊരു ശ്രേഷ്ഠമായ ത്യാഗം എന്ന് പറയില്ല എന്ന് പറയാ ബാബ. ശുരൂസേ ഹി ദേക്കോ, അതായത് തുടക്കം മുതലേ തന്നെ നോക്കൂ എന്ന് പറയാ ബാബ. തൻ മൻ ധൻ സംബന്ധ് സർവ പ്രാപ്തി ഹോത്തേ ഹുയേ ത്യാഗ് കിയ. അപ്പൊ ബ്രഹ്മബാബ എന്താ ചെയ്തത്? തുടക്കത്തിലെ തന്നെ നമുക്കറിയാം ബ്രഹ്മബാബ ശരീരം, മനസ്സ്, ധനം, സംബന്ധം എല്ലാം കൊണ്ടും ബാബ എന്താണ് പ്രാപ്തി ഉണ്ടായിരുന്നു. എല്ലാത്തിന്റെയും പ്രാപ്തി, എല്ലാം കൊണ്ടും സമ്പന്നമായിരുന്നു ബാബ. ആ സമയത്താണ് ബാബ അതെല്ലാം ത്യാഗം ചെയ്തത്. അതല്ലാതെ ഒരു സമയം വന്നിട്ടോ ഒരു സമസ്യ വന്നപ്പോഴോ ഒന്നുമല്ല ബാബ ത്യാഗം ചെയ്തത്. എല്ലാ പ്രാപ്തികളും ഉണ്ടായിരിക്കെ തന്നെ ബാബ നിറഞ്ഞിരിക്കുമ്പോൾ തന്നെ, എല്ലാ പ്രാപ്തികളാലും നിറഞ്ഞിരിക്കുമ്പോൾ തന്നെ ബാബ എല്ലാം ത്യാഗം ചെയ്തു. അതിനെയാണ് ശ്രേഷ്ഠ ത്യാഗം എന്ന് പറയുന്നത് എന്ന് പറയാ ബാബ. ശരീർ കാബി ത്യാഗ് കിയ, ശരീരവും ത്യാഗം ചെയ്തു എന്ന് പറയാ ബാബ. സബ് സാധൻ ഹോത്തേ ഹുയേ സ്വയം പുരാനെ മേം ഹി രഹേ, അതായത് എല്ലാ സാമഗ്രികളും ഉണ്ടായിട്ടും സ്വയം ബാബ പഴയതിൽ തന്നെ ഇരുന്നു. അതായത് നമുക്കറിയാം അന്ന് കുട്ടികൾക്ക് വേണ്ടി പുതിയ ബിൽഡിങ്ങുകളെല്ലാം ബാബ നിർമ്മിച്ചിരുന്നു. പക്ഷെ ബാബ എന്താ ചെയ്തേ? ആ പുതിയതിൽ ഒന്നിലും ബാബ താമസിച്ചില്ല. ബാബ ആ പഴയ കുടിലിൽ തന്നെയായിരുന്നു താമസിക്കുന്നത്. അതാണ് എല്ലാ സാമഗ്രികളും ഉണ്ട്, എല്ലാ സാമഗ്രികളും ഉണ്ടായിട്ടും കൂടി ബാബ സ്വയം ആ പഴയതിൽ തന്നെയാണ് ഇരുന്നത് എന്ന് പറയാ ബാബ. അതായത് ബാബയുടെ ത്യാഗത്തിന്റെ മഹത്വമാണ് ശിവബാബ ഇവിടെ പറയുന്നത്. ബാബയുടെ ത്യാഗത്തിന്റെ മഹത്വം. സാധനോം കാ ആരംഭ ഹോ ഗയാ ദ, അതായത് സാധനങ്ങളൊക്കെ വരവ് ആരംഭിച്ചിരുന്നു. ഹോത്തേ ഹുയേ ബി സാധന മേം അടൽ രഹേ, എല്ലാം ഉണ്ടായിരുന്നിട്ടും ബാബ എന്താ ചെയ്തത്? സാധന, അതായത് തപസ്യയിൽ ഉറച്ചു നിന്നിരുന്നു എന്ന് പറയാം. യഹ് ബ്രഹ്മ കി തപസ്യ ആപ് സബ് ബച്ചോം കാ ഭാഗ്യ ബനാക്കർ ഗായേ, അതായത് ഈ ബാബയുടെ ഈ തപസ്യയാണ് താങ്കൾ എല്ലാ കുട്ടികളുടെയും ഭാഗ്യം ഉണ്ടാക്കിക്കൊണ്ട് പോന്നിരുന്നത് എന്ന് പറയാം. അപ്പൊ തുടക്കത്തിലെ ബാബയുടെ ഈ ത്യാഗത്തിന്റെ ഫലമാണ് നമ്മൾ കുട്ടികളുടെ ഭാഗ്യം ഉണ്ടാക്കിയതെന്ന് പറയാ ബാബ. ഡ്രാമ അനുസാർ ऐसा त्याग का എക്സാമ്പിൾ രൂപമേ ബ്രഹ്മ ഹി ബന, ഇത് ഡ്രാമ അനുസരിച്ച് ഇങ്ങനെയുള്ള ഒരു ത്യാഗത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് ആര് മാറി? ബാബ മാറി എന്ന് പറയാം. और इसी त्याग ने संकल्प शक्ति की सेवा का विशेष पार्ट बनाया, ഈ ത്യാഗത്തിലൂടെയാണ് സങ്കല്പ ശക്തിയുടെ സേവനത്തിന്റെ വിശേഷ പാർട്ട് ഉണ്ടായതെന്ന് പറയാം. ഈ ത്യാഗത്തിലൂടെ ആ ബാബ ഈ ത്യാഗത്തിലൂടെയാണ് സങ്കല്പ ശക്തിയുടെ ആ വിശേഷ പാർട്ട്. പിന്നീടൊക്കെ കൂടുതലും സങ്കല്പ ശക്തിയിലൂടെ ധാരാളം സേവനം നടന്നിട്ടുണ്ട്. ബാബയുടെ സങ്കല്പ ശക്തി എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിരുന്നു. അതിലൂടെ വിശേഷമായിട്ടുള്ള ധാരാളം സേവനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പാർട്ടും ഈ ത്യാഗത്തിലൂടെ നേടിയതാന്ന് പറയാ ബാബ. ജോ നയേ നയേ ബച്ചേ സങ്കല്പ ശക്തി സെ ഫാസ്റ്റ് വൃദ്ധിക്കോ പ്രാപ്ത് കർ രഹേ ഹേ, ഇത് പുതിയ പുതിയ കുട്ടികളും ഈ സങ്കല്പ ശക്തിയിലൂടെയാണ് വളരെ ഫാസ്റ്റായിട്ട് വൃദ്ധി പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. അതായത് പുതിയ കുട്ടികളും അതുപോലെ തന്നെ ഈ സങ്കല്പ ശക്തിയിലൂടെയാണ് ഇത്രയും വൃദ്ധി പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. സങ്കല്പ ശക്തി, ബ്രാഹ്മണരുടെ സങ്കല്പ ശക്തിയുടെ മഹിമയും ബാബ പാടിയിട്ടുണ്ടല്ലോ. അതാണ് ബാബ പറയുന്നത്. तो सुना ബ്രഹ്മ കെ ത്യാഗ് കി കഹാനി, അപ്പൊ കേട്ടില്ലേ എന്ന് ചോദിക്കുക ബാബ. അതായത് ബാബയുടെ ത്യാഗത്തിന്റെ ഈ കഥ നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിക്കാം. ബ്രഹ്മ കി തപസ്യ കാ ഫൽ ആപ് ബച്ചോം കോ മിൽ രഹാ ഹേ, ബാബയുടെ തപസ്യ അതിന്റെ ഫലം നിങ്ങൾ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തപസ്യ കാ പ്രഭാവ് ഇസ് മധുബൻ ഭൂമി മേം സമായാ ഹുവാ ഹേ, അതായത് ബാബയുടെ ആ തപസ്യയുടെ പ്രഭാവമാണ് ഈ മധുബൻ ഭൂമിയിൽ ലയിച്ചിരിക്കുകയാണെന്ന് പറയാം. അത്രയും നിറഞ്ഞിരിക്കുകയാണ്. മധുബൻ ഭൂമിയിൽ
ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് ബ്രഹ്മ ബാബയുടെ തപസ്യയുടെ ആ പ്രഭാവമാണ്. സാത്മേം ബച്ചേ ബി ഹേ, കൂടെ കുട്ടികളുടെയും ഉണ്ട്. ബച്ചോം കി ബി തപസ്യ ഹേ ലേക്കിൻ നിമിത്ത തോ ബ്രഹ്മ ബാപ്പ് കഹേങ്കെ. കുട്ടികളുടെയും തപസ്യയുടെ ആ പ്രഭാവം ഉണ്ട് ബാബ പറയുന്നത്. പക്ഷേ നിമിത്തമായിട്ട് മാറിയതാരാണ്? അത് ബ്രഹ്മബാബയാണ്. ബ്രഹ്മബാബയെയാണ് നിമിത്തം എന്ന് പറയപ്പെടുന്നത് എന്ന് പറയാം. जो भी मधुबन तपस्वी भूमि में आते हैं तो ब्राह्मण बच्चे भी अनुभव करते हैं कि यहाँ का वायुमंडल, यहाँ के वाइब्रेशन सहज योगी बना देते हैं. അപ്പൊ ബാബ പറയുന്നത്, ആരാണോ ഈ മധുബൻ തപസ്വി ഭൂമിയിൽ വരുന്നത്, ബ്രാഹ്മണ കുട്ടികൾക്കും അതുപോലെ അനുഭവം ഉണ്ടാകുന്നുണ്ട്. എന്താണ്? ഇവിടത്തെ ഈ വായുമണ്ഡലം, മധുബനിലെ ആ വായുമണ്ഡലം, അതുപോലെ തന്നെ മധുബനിലെ ആ വൈബ്രേഷൻസ്, അത് സഹജയോഗിയാക്കി മാറ്റുന്നു എന്ന് പറയാ ബാബ. അതായത് ആരൊക്കെ മധുബനിലെ, ഏതൊക്കെ കുട്ടികൾ മധുബനിലേക്ക് എത്തുന്നോ, അതുപോലെ ബ്രാഹ്മണ കുട്ടികൾ അവിടെയുണ്ടോ, അവർക്കെല്ലാം എന്താണ് അനുഭവം വരുന്നത്? അതായത് അവിടുത്തെ ആ വൈബ്രേഷൻ, അവിടുത്തെ ആ വായുമണ്ഡലം സഹജയോഗിയായിട്ടാണ് അവർക്ക് അനുഭവം ചെയ്യിക്കുന്നത് എന്ന് പറയാം. യോഗ ലഗാനേക്ക് മെഹനത്ത് നഹി, അതായത് യോഗം ചെയ്യാനിരിക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. സഹജ് ലഗ് ജാത്തായ, സഹജമായിട്ട് അവർക്ക് യോഗം കിട്ടുന്നു എന്ന് പറയാം. അതായത് അവിടുത്തെ വൈബ്രേഷൻ, ആ വായുമണ്ഡലത്തിന്റെ ശക്തിയാണത്. നമുക്ക് യോഗം ചെയ്യാനിരിക്കണം, അതിനെ പരിശ്രമിക്കണം, അതിനുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല, സഹജമായിട്ട് യോഗം കിട്ടും അവിടെ. അതാണ് അവിടുത്തെ വൈബ്രേഷന്റെ പ്രത്യേകത എന്ന് പറയാ ബാബ. और कैसे भी आत्माएं आती है वह कुछ ना कुछ अनुभव करके ही जाती है. അതായത് ഏത് തരത്തിലുള്ള ആത്മാവ് വന്നാലും, എങ്ങനെയുള്ള ആത്മാവ് വന്നാലും അവർക്ക് എന്തെങ്കിലും ഒരു അനുഭവം എടുത്തുകൊണ്ടാണ് അവർ പോകുന്നത്. ഇപ്പൊ വെറും കൈയോടെ ആരും പോകുന്നില്ല. എന്തെങ്കിലും ശ്രേഷ്ഠമായിട്ടുള്ളൊരു അനുഭവം അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അത് എടുത്തുകൊണ്ടാണ് അവർ പോകുന്നതെന്ന് പറയാ ബാബ. ज्ञान को नहीं भी समझते लेकिन अलौकिक प्यार और शांति का अनुभव करके ही जाते हैं. അപ്പൊ ബാബ പറയുന്നത്, ചില കുട്ടികൾക്കാണെങ്കിലോ ജ്ഞാനം ഒന്നും മനസ്സിലാകുന്നുണ്ടാകില്ല. പക്ഷെ ബാബ പറയുന്നത് ആ അലൗകികമായ സ്നേഹം, അലൗകികമായ ശാന്തി, ഇതെല്ലാം അവര് അനുഭവം ചെയ്യാണ് അവിടെ. അങ്ങനെ അനുഭവം ചെയ്തിട്ടാണ് അവര് പോകുന്നത്. അത് എങ്ങനെയുള്ള ആത്മാവ് വന്നാലെന്ന് പറയാ ബാബ. कुछ ना कुछ परिवर्तन करने का संकल्प करके ही जाते हैं. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പരിവർത്തനം എനിക്ക് കൊണ്ടുവരണം. ഓരോ കുട്ടിക്കും അങ്ങനെയാണ് അവരുടെ സങ്കല്പം വരുന്നത്. ഓരോ കുട്ടിക്കും സങ്കല്പം ഉണ്ടാകുന്നുണ്ട്, എന്തെങ്കിലും ഒരു പരിവർത്തനം എനിക്ക് കൊണ്ടുവരണം. ഇങ്ങനെ സങ്കല്പം എടുത്തുകൊണ്ടാണ് അവർ പോകുന്നത് എന്ന് പറയാ ബാബ. യഹ് ഹേ ബ്രഹ്മ ഓർ ബ്രാഹ്മൺ ബച്ചോം കി തപസ്യാക്ക പ്രഭാവ്. ഇതാണ് ബ്രഹ്മബാബയുടെയും ബ്രാഹ്മണ കുട്ടികളുടെയും തപസ്യയുടെ പ്രഭാവം. അപ്പൊ ആ തപസ്യയുടെ ശക്തിയാണ് ബാബ കാണിക്കുന്നത്. ബാബ ഇവിടെ പറയുന്നത് ബ്രാഹ്മണ കുട്ടികളുടെയും ബ്രഹ്മബാബയുടെയും ആ തപസ്യയുടെ ശക്തി. അപ്പൊ ഏത് ആത്മാക്കൾ വന്നാലും അവർക്ക് എന്തെങ്കിലും അനുഭവം ഇല്ലാതെ അവരവിടെ നിന്ന് പോകില്ല. അതുപോലെ എന്തെങ്കിലും ഒരു പരിവർത്തനം തന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം, അങ്ങനെ ഒരു സങ്കല്പം എടുത്തിട്ടാണ് ഏതൊരു ആത്മാവും അവിടെ നിന്ന് പോകുന്നതെന്ന് പറയാം. അതെന്തുകൊണ്ടാ? ബ്രാഹ്മണരുടെയും ബ്രഹ്മബാബയുടെയും ഒക്കെ ആ തപസ്യയുടെ പ്രഭാവമാണെന്ന് പറയാ ബാബ. സാത്തുമേം സേവാ की विधि भिन्न भिन्न प्रकार की सेवा बच्चों से प्रैक्टिकल में करा के दिखाए. അതിന്റെ കൂടെ തന്നെ ബാബ എന്താ പറയുന്നത്? ഈ സേവനത്തിന്റെ വിധി, ഇത് ഭിന്ന പ്രകാരത്തിലുള്ള സേവനം കുട്ടികളിലും പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു എന്ന് പറയാ ബാബ. ഉസി വിധിയോം കി അഭി വിസ്താരമേ ലാ രഹേ ഹോ. ആ വിധികൾ തന്നെയാണ് ഇപ്പോൾ വിസ്താരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് അന്ന് ഉപയോഗിച്ചിരുന്ന ആ വിധികൾ തന്നെയാണ് ഇപ്പോൾ ഒന്നും കൂടി വിസ്താരത്തിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. തോ ജൈസെ ബ്രഹ്മ ബാപ്പ് കെ ത്യാഗ് തപസ്യ സേവാ കാ ഫൽ ആപ് സബ് ബച്ചോം കോ മിൽ രഹാ ഹേ. അപ്പൊ ബാബ പറയുന്നത്, എങ്ങനെയാണോ ബ്രഹ്മബാബയുടെ ത്യാഗം, തപസ്യ, സേവനത്തിന്റെ ഫലം ഇതെല്ലാം താങ്കൾ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്,
ऐसे हर एक बच्चा अपने त्याग तपस्या और सेवा का വൈബ്രേഷൻ വിശ്വമേം ഫൈലായേ. ബാബ പറയുന്നത് എങ്ങനെയാണോ ബ്രഹ്മബാബയുടെ ത്യാഗം, തപസ്യ, അതുപോലെ സേവനത്തിന്റെ ആ ഫലം താങ്കൾ കുട്ടികൾക്കെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ താങ്കൾ ഓരോ കുട്ടികളും കുട്ടികൾ അവരവരുടെ ത്യാഗത്തിന്റെയും തപസ്യയുടെയും സേവനത്തിന്റെയും എല്ലാം വൈബ്രേഷൻ ഈ വിശ്വത്തിൽ പരത്തൂ എന്ന് പറയാ ബാബ. जैसे साइंस का बल अपना प्रभाव प्रत्यक्ष रूप में दिखा रहे हैं, ऐसे साइंस की भी രചന സൈലൻസ് ബൽ ഹെ. അപ്പൊ ബാബ പറയുന്നതാണ് എങ്ങനെയാണോ സയൻസിന്റെ ബലം സ്വന്തം പ്രഭാവം പ്രത്യക്ഷ രൂപത്തിൽ കാണിക്കുന്നുണ്ട് അല്ലെ. സയൻസിന്റെ ആ ഒരു ബലം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യക്ഷ രൂപത്തിൽ പല പല കണ്ടുപിടുത്തങ്ങളിലൂടെ നമ്മൾ കാണപ്പെടുന്നുണ്ട്, പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ബാബ പറയുന്നത് ഈ സയൻസിന്റെ രചയിതാവ് എന്ന് പറയുന്നത് സൈലൻസിന്റെ ബലമാണെന്ന് പറയാം. ആ സൈലൻസിന്റെ ബലം, സൈലൻസ് ബൽക്കോ അഭി പ്രത്യക്ഷ ദിക്കാനേ കാ സമയ ഹെ. ആ സൈലൻസിന്റെ ബലം ഇപ്പൊ പ്രത്യക്ഷത്തില് കൊണ്ടുവരേണ്ട സമയമാണ്. സയൻസിന്റെ ബലം സയൻസ് പ്രത്യക്ഷ രൂപത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെയൊക്കെ സയൻസ് തന്റെ ബലം പ്രത്യക്ഷ രൂപത്തിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ബാബ പറയുന്നത് ഈ സയൻസിന്റെ ബലം എന്ന് പറയുന്നത്, സയൻസിന്റെ ബലത്തിന്റെ രചയിതാവ് എന്ന് പറയുന്നത് ആരാണ്? സൈലൻസിന്റെ ബലാണ്. അപ്പൊ സൈലൻസിന്റെ ബലവും ഇപ്പോൾ പ്രത്യക്ഷ രൂപത്തിൽ കൊണ്ടുവരേണ്ട സമയമാണ് ഇത് എന്ന് പറയാ ബാബ. साइलेंस बल का वाइब्रेशन तीव्र गति से फैलाने का साधन है मन बुद्धि की ഏകാഗ്രത. അപ്പൊ ബാബ പറയുന്നത് ഈ സൈലൻസിന്റെ ബലം, അതിന്റെ വൈബ്രേഷൻ തീവ്രഗതിയിൽ പരത്താനുള്ള ഒരു മാർഗം ബാബ പറയുന്നത് മനസ്സിന്റെയും ബുദ്ധിയുടെയും ഏകാഗ്രത. മനസ്സിൻ ബുദ്ധിയും ഏകാഗ്രതയിലൂടെ ഈ സൈലൻസിന്റെ ബലം നമുക്ക് വിശ്വത്തിൽ, അതിന്റെ വൈബ്രേഷൻ ഈ വിശ്വത്തിൽ പരത്താൻ സാധിക്കും എന്ന് പറയാ ബാബ. യഹ് ഏകാഗ്രത കാ അഭ്യാസ് ബഡ്നാ ചാഹിയേ. ഈ ഏകാഗ്രതയുടെ അഭ്യാസം ഇപ്പോൾ വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയാ ബാബ. ഏകാഗ്രത കി ശക്തിയോം ദ്വാരാ ഹി വായുമണ്ഡൽ ബനാ സക്തേ ഹോ. അപ്പൊ ബാബ പറയുന്നത് ഏകാഗ്രതയിലൂടെയുള്ള ആ ശക്തികളിലൂടെയാണ്, ഏകാഗ്രതയിലൂടെ കിട്ടുന്ന ആ ശക്തികളിലൂടെയാണ് വായുമണ്ഡലം നിർമ്മിക്കുന്നത് എന്ന് പറയാ ബാബ. ഹൽച്ചൽ കെ കാരൺ പവർഫുൾ വൈബ്രേഷൻ ബൻ നഹി പാത്ത. അതായത് ഈ ഏകാഗ്രതയിൽ ഒരു ഇളകിക്കൊണ്ടിരിക്കുന്നത് കാരണം, അതായത് ഒരു അചഞ്ചലമായിട്ടല്ല ഇരിക്കുന്നത്, ഒരു ചഞ്ചലതയുണ്ട്. ആ ഒരു ചഞ്ചലത കാരണം അല്ലെങ്കിൽ ഒരു ഇളക്കം കാരണം പവർഫുൾ വൈബ്രേഷൻ, പവർഫുൾ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാ ബാബ. അപ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ വേണമെങ്കിൽ ഏകാഗ്രത, മനസ്സിന്റെയും ബുദ്ധിയുടെയും ഏകാഗ്രതയിലൂടെയാണ് പവർഫുൾ വൈബ്രേഷൻ നമുക്ക് വിശ്വത്തിൽ പരത്താൻ സാധിക്കുക. അപ്പൊ ആ ഒരു മനസ്സിന്റെയും ബുദ്ധിയുടെയും ഏകാഗ്രത ഇല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള വൈബ്രേഷൻ പരത്താൻ സാധിക്കില്ല. അതാണ് ബാബ പറയുന്നത് ഈ ഒരു ഇളക്കമുണ്ട്, അതായത് എന്താ പറയാ, ഏകാഗ്രതയുടെ കുറവുണ്ട്. അതുകൊണ്ട് പവർഫുൾ വൈബ്രേഷൻ ഈ വായുമണ്ഡലത്തിൽ വരുത്താൻ, അല്ലെങ്കിൽ ആ വൈബ്രേഷൻ ഇവിടെ വിശ്വത്തിൽ പരത്താൻ കഴിയുന്നില്ല, പവർഫുൾ അല്ല എന്ന് പറയാ ബാബ. ബാബ് ദാദാ आज देख रहे थे कि ഏകാഗ്രത की ശക്തി അഭി സ്യാദാ ചാഹിയേ. ബാബ്ദാദ ഇന്ന് എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോ ഏകാഗ്രതയുടെ ശക്തി ഇപ്പോൾ വളരെ ധാരാളം, കൂടുതൽ ആവശ്യമുണ്ട് എന്ന് പറയാം. സബി ബച്ചോം കാ ഏക് ഹി ദൃഢ സങ്കൽപ് ഹോ कि अभी अपने भाई बहनों के दुख की घटनाएं परिवर्तन हो जाए. അതായത് ബാബ പറയുന്നത് എല്ലാ കുട്ടികളും ഈ ഒരേ ഒരു ദൃഢസങ്കല്പം കുട്ടികളിൽ വേണം. അതായത് തന്റെ സഹോദരി സഹോദരന്മാരുടെ ദുഃഖത്തിന്റെ സംഭവങ്ങളെല്ലാം പരിവർത്തനപ്പെടണം. അതായത് ഈ വിശ്വത്തിലെ എല്ലാ ആത്മാക്കളും നമ്മളുടെ സഹോദരി സഹോദരന്മാരാണ്, അവരെല്ലാം ദുഃഖികളാണ്. അപ്പൊ അവരുടെ ദുഃഖത്തിന്റെ എന്തെല്ലാം സംഭവങ്ങളുണ്ടോ അതെല്ലാം പരിവർത്തനം ചെയ്യപ്പെടണം എന്നുള്ള ആ ഒരു ദൃഢസങ്കല്പം എല്ലാ കുട്ടികളിലും വേണമെന്ന് ബാബ പറയാം. ദിൽസെ രഹം ഇമർജ് ഹോ, ഹൃദയത്തിൽ നിന്നും
ദയ ഇമർജാകണം എന്ന് പറയാ ബാബ. ക്യാ ജബ് സയൻസ് की शक्ति हलचल मचा सकती है तो इतने सभी ब्राह्मणों के साइलेंस की शक्ति रहमदिल भावना द्वारा व संकल्प द्वारा हलचल को परिवर्तन नहीं कर सकती. അപ്പൊ ബാബ എന്താ ചോദിക്കുന്നത്? ബാബ പറയുന്നത് എങ്ങനെയാണോ സയൻസിന്റെ ശക്തി നമ്മളെ ഇളക്കത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലെ, ചഞ്ചലപ്പെടുത്തുന്നുണ്ട്. സയൻസിന്റെ ശക്തിയാണ് അത്. മനസ്സ് ഏകാഗ്രമാക്കില്ല, ഒന്നിൽ നിന്നും അടുത്തതിലേക്ക് അങ്ങനെ 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 മാറിക്കൊണ്ടിരിക്കുന്നത് സയൻസിന്റെ ആ ഒരു ശക്തിയാന്ന് പറയാ ബാബ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്പൊ ഈ സയൻസിന്റെ ശക്തി എങ്ങനെയാണോ ഇളക്കത്തിലേക്ക് കൊണ്ടുവരുന്നത്, അപ്പൊ നിങ്ങൾ ഇത്രയും ബ്രാഹ്മണ കുട്ടികളുടെ സൈലൻസിന്റെ ശക്തിക്ക് അത് ദയാഭാവത്തിലൂടെ ആകാം, അല്ലെങ്കിൽ സങ്കല്പത്തിലൂടെ ആകാം, ഈ ഇളക്കങ്ങളെയൊക്കെ പരിവർത്തനം ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കാം. അതായത് ചഞ്ചലമായിട്ടിരിക്കുകയാണല്ലോ മനസ്സൊക്കെ, ഏകാഗ്രമല്ല. അതിനെ ആ ഒരു മനസ്സിനെ ഏകാഗ്രമാക്കി കൊണ്ടുവരാൻ ഈ സൈലൻസിന്റെ ശക്തി, അതായത് നിങ്ങൾ ഇത്രയും ബ്രാഹ്മണ ആത്മാക്കൾ കുട്ടികളുടെ സൈലൻസിന്റെ പവർ ഉണ്ടല്ലോ, ആ സൈലൻസിന്റെ പവർ നിങ്ങൾക്ക് വളരെ ദയയുടെ ഭാവനയിലൂടെ അല്ലെങ്കിൽ സങ്കല്പത്തിന്റെ ഭാവനയിലൂടെ നിങ്ങൾക്ക് ഇതിനെ പരിവർത്തനം ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുക ബാബ. ജബ് കർണ ഹി ഹേ ഹോന ഹി ഹേ തോ ഇസ് ബാത്ത് പർ വിശേഷ അറ്റൻഷൻ ദോ. അതായത് ഇത് എന്തായാലും ഇത് ചെയ്യണം, ഇത് ഉണ്ടാവുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വിശേഷമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കൂ എന്ന് പറയാ ബാബ. ജബ് ആപ്പ് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കെ ബच्चे है आपके ही सभी बिरादरी है शागाएम है परिवार है आप ही भक्तों के इष्ट देव हो. ബാബ പറയുന്നത് നിങ്ങള് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ കുട്ടികളല്ലേ, അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ തന്നെയാണ് വംശജര്, നിങ്ങളുടെ വംശജര് തന്നെയാണ്, ശാഖകളും നിങ്ങളുടേതാണ്, പരിവാരവും നിങ്ങളുടേതാണ്. അതുപോലെ നിങ്ങൾ തന്നെയാണ് എല്ലാ ഭക്തരുടെയും ഇഷ്ടദേവൻ അല്ലെങ്കിൽ ദേവി. യഹ് നശാ ഹേ കി ഹം ഹി ഇഷ്ടദേവ് ഹേ. ഈ ഒരു ലഹരി ഉണ്ടോ എന്ന് ചോദിക്കുക ബാബ. ഇത് ഞാൻ ഇഷ്ടദേവനാണ്, ഇഷ്ടദേവിയാണ്, ആ ഒരു ലഹരി നിങ്ങൾ കുട്ടികൾക്കുണ്ടോ എന്ന് ചോദിക്കുക ബാബ. തോ ഭക്ത് ചില്ലാ രഹേ ഹേ ആപ്പ് സുൻ രഹേ ഹോ. അതായത് ഭക്തരാണെങ്കിൽ അലറി വിളിക്കുകയാണെന്ന് പറയാ, നിങ്ങൾ കേൾക്കുന്നില്ലേ. വഹ് പുക്കാർ രഹേ ഹേ ഹേ ഇഷ്ട ദേവ് ആപ്പ് സിർഫ് സുൻ രഹേ ഹോ. ബാബ പറയാണ് അവര് വിളിക്കുന്നുണ്ട്, ഇഷ്ടദേവ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നിങ്ങൾ വെറും കേവലം നിങ്ങൾ കേൾക്കുക മാത്രമാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുക ബാബ. ഉനോംകോ റെസ്പോൺസ് നെഹി കർത്തേ ഹോ. അവർക്ക് മറുപടി കൊടുക്കുന്നില്ലേ. ഇത് ഭക്തര് വിളിക്കുന്നത് ആരെയാണ്? അവരുടെ ഇഷ്ടദേവനെയും ഇഷ്ടദേവിയെയാണ്. നമ്മളാണ് അവരുടെ ഇഷ്ടദേവനും ദേവിയും. അപ്പോൾ നമ്മൾ അവരുടെ വിളി കേൾക്കുന്നില്ലേ എന്ന് ബാബ ചോദിക്കുക. അതോ കേവലം നിങ്ങൾ കേൾക്കുക മാത്രമാണോ ചെയ്യുന്നത്, അവർക്ക് മറുപടി കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുക ബാബ. तो बाप दादा कहते हैं हे भक्तों के इष्ट देव अभी पुकार सुनो റെസ്പോൺസ് ദോ സിർഫ് സുനോ നെഹി. അപ്പൊ ബാബ്ദാദ എന്താ പറയുന്നത്? ഹേ ഇഷ്ടദേവ അല്ലെങ്കിൽ ദേവി, അതായത് ഇപ്പൊ നിങ്ങൾ ആ വിളി കേൾക്കൂ. റെസ്പോൺസ് ദോ അതായത് മറുപടി കൊടുക്കൂ അവർക്ക്. സിർഫ് സുനോ നെഹി കേവലം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക മാത്രം ചെയ്യരുത്, നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കൂ. ക്യാ റെസ്പോണ്ട് ദേങ്കെ എന്താണ് മറുപടി കൊടുക്കുക എന്ന് ബാബ ചോദിക്കുക. പരിവർത്തൻ കാ വായുമണ്ഡൽ ബനാവോ. പരിവർത്തനത്തിന്റെ വായുമണ്ഡലം ഉണ്ടാക്കൂ എന്ന് പറയാ ബാബ. ആപ്കാ റെസ്പോൺസ് ഉനോംകോ നെഹി മിൽത്താ തോ വഹ് ഭി അൽബേലെ ഹോ ജാത്തെ ഹേ ചില്ലാത്തെ ഹേ ഫിർ ചുപ്പ് ഹോ ജാത്തെ ഹേ. അതായത് താങ്കളുടെ മറുപടി അവർക്ക് കിട്ടാത്തിടത്തോളം അവരെന്താ ചെയ്യാ? അശ്രദ്ധരാകും, അതുപോലെ അലറി വിളിക്കും, അവസാനം അവരെന്ത് ചെയ്യും? നിശബ്ദരാകുമെന്ന് പറയാ ബാബ. ബ്രഹ്മ ബാപ്പ് കെ ഹർ കാര്യക്കെ ഉത്സാഹക്കോ തോ ദേഖാ ഹി ഹേ. ഇത് ബ്രഹ്മ ബാബയുടെ എല്ലാ കാര്യത്തിലുള്ള ഉത്സാഹം നിങ്ങൾ കണ്ടതല്ലേ എന്ന് ചോദിക്കുക ബാബ. ജയ്സെ ശുരൂമേം ഉമംഗ്ദ ചാബി ചാഹിയേ. അതായത് തുടക്കത്തിലെ ബ്രഹ്മ ബാബയ്ക്ക് ഇങ്ങനെ ഒരു ഉത്സാഹം ഉണ്ടായിരുന്നു, ചാവി അതായത് താക്കോല് വേണം.
अभी भी ब्रह्मा बाप यही शिव बाबा से कहते अभी घर के दरवाजे की चाबी दो. അതായത് ബ്രഹ്മാബാബ ഇപ്പോഴും ശിവബാബയോട് എന്താ പറയുന്നത്? വീടിന്റെ വാതിലിന്റെ താക്കോല് തരൂ. ലേക്കിൻ സാത്ത് ജാനേ വാലേ ബി തോ തയ്യാർ ഹോ. അപ്പൊ ബാബ ചോദിക്കുക, പക്ഷെ കൂടെ പോകുന്നവര്, ബ്രഹ്മാബാബ റെഡി ആയിട്ടുണ്ട് അല്ലെ? ബ്രഹ്മാബാബ ഇപ്പോഴും ചോദിക്കുന്നത് വീടിന്റെ വാതിലിന്റെ താക്കോലാണ്. പക്ഷെ ബാബ ചോദിക്കുന്നത് കൂടെ പോകാൻ തയ്യാറായിട്ടുണ്ടോ? കൂടെ പോകുന്ന കുട്ടികളും വേണ്ടേ? അവര് തയ്യാറായിട്ടുണ്ടോ? കൂടെ പോകുന്നവര് റെഡിയാണോ, തയ്യാറാണോ എന്ന് ബാബ ചോദിക്കാം. അക്കേല ക്യാ കരേഗ. അതായത് ബാബ തനിയെ പോയിട്ട്, ബ്രഹ്മാബാബ തനിയെ പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുക ബാബ. തോ അബി സാത്ത് ജാനാ ഹേ നായാ പീച്ചെ പീച്ചെ ജാനാ ഹേ. അപ്പൊ ബാബ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് കൂടെ പോകുന്നോ അതോ നിങ്ങൾ പിന്നാലെ പിന്നാലെയാണോ പോക? സാത്ത് ജാനാ ഹേന. അപ്പൊ ബാബ ചോദിക്കുക, കൂടെ പോകേണ്ടേ എന്ന് ചോദിക്കുക ബാബ. तो ब्रह्मा बाप कहते हैं कि बच्चों से पूछो अगर बाप चाबी दे दे तो आप എവറെഡി ഹോ. അപ്പൊ ബ്രഹ്മബാബ ശിവബാബയോട് പറയാണ്, കുട്ടികളോട് ചോദിക്കൂ, ഇപ്പോ ബാബ ചാവി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ എവർ റെഡി ആയോ എന്ന് ചോദിക്കാൻ പറയാം. ബ്രഹ്മബാബ ശിവബാബയോട് പറയാണ്, കുട്ടികളോട് ചോദിക്കൂ എന്ന്. കുട്ടികൾ എവർ റെഡി ആയോ? എവർ റെഡി ഹോ യാ റെഡി ഹോ. എവർ റെഡി ആയോ അതോ റെഡിയാണോ? റെഡി നെഹി എവർ റെഡി. ബാബ പറയുന്നത് റെഡി അല്ല, എവർ റെഡിയാണ്. അതായത് എപ്പോഴായാലും, ഇപ്പൊ വിളിച്ചോ ഇപ്പൊ പോകാൻ റെഡി. അതാണ് ബാബ പറയുന്നത് എവർ റെഡി. സദാ ഞാൻ റെഡിയാണ് പോകാൻ, എപ്പോ വിളിച്ചാൽ. അതാണ് എവർ റെഡി എന്ന് പറയുന്നത്. ത്യാഗ് തപസ്യ സേവ തീനോം ഹി പേപ്പർ തയ്യാർ ഹോ ഗയേ ഹേ. അതായത് ത്യാഗം, തപസ്യ, സേവനം, ഈ മൂന്നിന്റെയും ടെസ്റ്റ് പേപ്പർ തയ്യാറായിട്ടിരിക്കുന്നുണ്ട് എന്ന് പറയാം ബാബ. അപ്പൊ നമ്മള് കുട്ടികൾ എങ്ങനെ ഇരിക്കണം? എവർ റെഡി ആയിട്ടിരിക്കണം. അത് ബാബ പറയുന്നുണ്ട്. ब्रह्मा बाप मुस्कुराते हैं कि प्यार के आंसू बहुत बहाते हैं और ब्रह्मा बाप वह आंसू मोती समान दिल में समाते भी है, लेकिन एक संकल्प जरूर चलता कि सब एवर रेडी कब बनेंगे. അപ്പൊ ബ്രഹ്മബാബ പുഞ്ചിരിച്ചോണ്ടിരിക്കുകയാണ്. അതായത് കുട്ടികളുടെ സ്നേഹത്തിന്റെ ആ കണ്ണുനീര് ധാരാളം വരുന്നുണ്ടെന്ന് പറയാ കുട്ടികളിൽ നിന്നും. ആ ബ്രഹ്മബാബ എന്താ ചെയ്യുന്നത്? ആ ഓരോ സ്നേഹത്തിന്റെ കണ്ണുനീരിനെയും ബാബ മുത്തിന് സമാനം തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് പറയാം. പക്ഷെ ബ്രഹ്മബാബയ്ക്ക് ഒരു സങ്കല്പം തീർച്ചയായിട്ടും വരുന്നുണ്ട്. അതെന്ത് സങ്കല്പാണ്? സബ് എവർ റെഡി കബ് ബനേങ്കെ. എല്ലാവരും എവർ റെഡി ആയിട്ട് എപ്പോ മാറും? ആ ഒരു സങ്കല്പം ബ്രഹ്മബാബയ്ക്ക് വരുന്നുണ്ടെന്ന് പറയാം. ഡേറ്റ് ദേ ദേവേ, അതായത് തീയതി തരൂ എന്ന് പറയാം. ആപ്പ് കഹേങ്കെ കി ഹം തോ എവർ റെഡി ഹേ. അപ്പൊ താങ്കൾ പറയും ഞങ്ങൾ എവർ റെഡിയാണ് ബാബ എന്ന് പറയും. ലേക്കിൻ ആപ്കെ ജോ സാത്തി ഹേ ഉനോം ബി തോ ബനാവോ യാ ഉൻകോ ചോടുക്കർ ചൽ പടേഗേ. ബാബ പറയാണ്, പക്ഷെ നിങ്ങൾ കുട്ടികൾ പറയും ഞങ്ങൾ റെഡിയാണെന്ന്. പക്ഷെ ബാബ ചോദിക്ക, നിങ്ങളുടെ കൂടെയുള്ളവരുണ്ടല്ലോ, അവര് നിങ്ങൾ തയ്യാറാക്കിയോ? അതോ അവരെ ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ പോരോ എന്ന് ചോദിക്കാം. ആപ്പ് കഹേങ്കെ ബ്രഹ്മ ബാപ്പ് ബി തോ ചലാ ഗയാന. അപ്പൊ താങ്കൾ പറയും ബ്രഹ്മബാബ പോയില്ലേ, ഇപ്പൊ ഞങ്ങളെയൊക്കെ ഇവിടെ ഇട്ടിട്ട് ബ്രഹ്മബാബ പോയില്ലേ, അല്ലേ? അപ്പൊ കുട്ടികൾ അങ്ങനെ പറയുന്നു പറയാം. ലേക്കിൻ ഉൻകോ തോ യഹ് രചന രചനീതി. അപ്പൊ ബാബ പറയുന്നത് ബ്രഹ്മബാബയ്ക്ക് ഈ രചനകളെ എല്ലാം രചിക്കണമായിരുന്നു. ഫാസ്റ്റ് വൃദ്ധിക്ക് ജിമ്മേദാരി ദി. അതായത് ബാബ പറയുന്നത് വളരെ തീവ്രമായിട്ടുള്ള വൃദ്ധി ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വവും ആരിലായിരുന്നു? ബ്രഹ്മബാബയിലായിരുന്നു. തോ സബി എവറഡി ഹേ ഏക് നെഹി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എവറഡിയാണോ? ഒരാളല്ല. സബീകോ സാത്ത് ലേ ജാനാ ഹേന യാ അക്കേലെ അക്കേലെ ജായേഗേ. ഇത് ബാബ പറയുന്നത് എല്ലാവരെയും കൂടെ കൊണ്ടുപോകേണ്ടേ അതോ ഒറ്റയ്ക്കാണോ പോകുന്നത്? തോ സബി എവറഡി ഹേ യാ ഹോ ജായേഗേ. അതായത് അപ്പോ താങ്കൾ എല്ലാവരും എവറഡി ആണോ അതോ ആയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാം. ബോലോ, പറയൂ എന്ന് പറയാ ബാബ.
कम से कम 9 लाख तो 7 के प्रति शुभ काम साथ जाएंगे കംസേ കം 9 ലാഖ് തോ സാത്ത് ജായി, അതായത് കുറഞ്ഞത് 9 ലക്ഷം പേരെങ്കിലും കൂടെ വരണമെന്ന് പറയാം, കൂടെ പോകണമെന്ന് പറയാണ് ബാബ. നഹി തോ രാജ്യ കിസ് പർ കരേങ്കെ, ഇല്ലെങ്കിൽ ആരുടെ മേൽ രാജ്യം ഭരിക്കും എന്ന് ചോദിക്കാം. അപ്പനെ ഊപ്പർ രാജ്യ കരേങ്കെ, അതായത് സ്വയത്തിന് മേൽ രാജ്യം ഭരിക്കോ? അപ്പൊ ബ്രഹ്മബാബ തനിയെ പോയിട്ട് എന്ത് ചെയ്യാനാ? സ്വയത്തിന് മേൽ രാജ്യം ഭരിക്കോ? അതാണ് ബാബ ചോദിക്കുന്നത്. കുറഞ്ഞത് 9 ലക്ഷം കുട്ടികളെങ്കിലും റെഡിയാവണമെന്ന് പറയാം, അപ്പോ അവരുടെ മേൽ രാജ്യം ഭരിക്കാലോ. അതാണ് ബാബ പറയുന്നത്. तो ब्रह्मा बाप की यही सभी बच्चों के प्रति शुभ कामना है कि एवरडी बनो और एवरडी बनावो. അപ്പൊ ബാബ പറയുന്നത് ബ്രഹ്മ ബാബയ്ക്ക് എല്ലാ കുട്ടികളെയും പ്രതി ഇങ്ങനെ ഒരു ശുഭ കാമന, ശുഭമായ ഒരു ആഗ്രഹമുണ്ട്. അതായത് എവർ റെഡി ബനോ, എവർ റെഡി ആകൂ, ഓർ എവർ റെഡി ബനാവോ, എല്ലാവരെയും എവർ റെഡി ആക്കൂ. ഇതാണ് ബ്രഹ്മ ബാബയ്ക്ക് കുട്ടികളെ പ്രതിയുള്ള ശുഭഭാവന എന്ന് പറയാ ബാബ. ആജ് വദൻ में भी सभी विशेष आदि रत्न और सेवा के आदि रत्न इमर्ज हुए. അപ്പൊ ബാബ പറയുന്നത് ഇന്ന് വദനത്തില് എല്ലാ വിശേഷ ആദി രത്നങ്ങളും അതുപോലെ തന്നെ സേവനത്തിന് നിമിത്തമായിട്ടുള്ള ആദി രത്നങ്ങളെല്ലാം ഇമർജായി എന്ന് പറയാം. അഡ്വാൻസ് പാർട്ടി കർത്തേ ഹേ ഹം തോ തയ്യാർ ഹേ. അപ്പൊ അഡ്വാൻസ് പാർട്ടി എന്താ പറയുന്നത്? ഞങ്ങൾ റെഡിയാന്ന് പറയാ ബാബ. ബാബ പറയാണ് അഡ്വാൻസ് പാർട്ടി അല്ല പറയുന്നത്, അവരെല്ലാം റെഡിയാണ്. കിസ് ബാത്ത് കേലിയെ തയ്യാർ ഹേ, അവർ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് തയ്യാറായി നിൽക്കുന്നത് എന്ന് ചോദിക്കുക ബാബ. വഹ് കർത്തേ ഹേ യഹ് പ്രത്യക്ഷതാ കാ നഗാഡാ ബജായേ തോ ഹം സബി പ്രത്യക്ഷ ഹോക്കർ നയേ സൃഷ്ടി കെ രചന കെ നിമിത്ത് ബനേങ്കെ. അപ്പൊ ബാബ പറയുന്നത് അഡ്വാൻസ് പാർട്ടി എന്താ പറയുന്നത്? നിങ്ങള് പ്രത്യക്ഷതയുടെ പെരുമ്പറ മുഴക്കൂ. ആ പ്രത്യക്ഷതയുടെ പെരുമ്പറ മുഴക്കി കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും പ്രത്യക്ഷമായിട്ട് പുതിയ സൃഷ്ടിയുടെ രചനയ്ക്കായിട്ട് നിമിത്തമായി മാറും എന്ന് പറയാ ബാബ. അപ്പൊ അവര് പുതിയ രചനയുടെ സൃഷ്ടിക്കായിട്ട് നിമിത്തമായിട്ട് മാറാൻ എവർ റെഡിയായിട്ട് അവരിയ്ക്കുകയാണ്. അത് അഡ്വാൻസ് പാർട്ടി. ഹം തോ ആഹ്വാൻ കർ രഹേ ഹേ കി നയി സൃഷ്ടി കി രചന കർണേ വാലെ ആവേ. അതായത് ഈ അഡ്വാൻസ് പാർട്ടി അവര് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പുതിയ സൃഷ്ടിയുടെ രചനയ്ക്കായിട്ടുള്ള ആരൊക്കെ നിമിത്തമായിട്ടുണ്ടോ അവരെല്ലാം വരാൻ വേണ്ടിയിട്ട് ആഹ്വാനവും ചെയ്യുന്നുണ്ട്. അബി കാം സാര ആപ്കെ ഊപ്പർ ഹേ, ഇനി എല്ലാ ജോലികളും നിങ്ങളുടെ മുകളിലാണെന്ന് പറയാം, നിങ്ങളുടെ മേലാണ് ഇനിയുള്ള ജോലികൾ. നഗാഡ ബജാവോ, പെരുമ്പറ മുഴക്കോ. ആ ഗയാ കാ നഗാഡ ബജാവോ, അതായത് എന്താണ്? വന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു പെരുമ്പറ മുഴക്കോ എന്ന് പറയാം. നഗാഡ ബജാനെ ആത്താ ഹേ, അതായത് പെരുമ്പറ മുഴക്കാൻ അറിയില്ലേ എന്ന് ചോദിക്കുക ബാബ. ബജാനോ ഹേന, എന്തായാലും പെരുമ്പറ മുഴക്കുക തന്നെ വേണമല്ലോ എന്ന് ചോദിക്കുക ബാബ. അബി ബ്രഹ്മ ബാബ് കഹത്തെ ഹേ ഡേറ്റ് ലേ ആവോ, അതായത് ഇപ്പൊ ബ്രഹ്മ ബാബ് എന്താ പറയുന്നത്? നിങ്ങള് തീയതി കൊണ്ടുവരൂ. ആപ് ലോഗ് ബി കഹത്തെ ഹോന കി ഡേറ്റ് കെ ബിനാ കാം നഹീ ഹോത്താ ഹേ. താങ്കൾ കുട്ടികളും പറയാറില്ലേ തീയതി ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് നിങ്ങൾ കുട്ടികളും പറയാറില്ലേ? അപ്പൊ ബാബയും അതുപോലെ പറയാണ്, ഡേറ്റ് കൊണ്ടുവരൂ, തീയതി കുറിക്കൂ എന്ന് പറയാ ബാബ. തോ ഇസ്കി ബി ഡേറ്റ് ബനാവോ, അതായത് ഈ പെരുമ്പറ മുഴക്കണം, ആ ഒരു ഇതിന്റെയും ഡേറ്റ് ഉണ്ടാക്കൂ എന്ന് പറയാ. ഡേറ്റ് ബനാ സക്തേ ഹോ, അതായത് ഡേറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ലേ, തീയതി കുറിക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കാ ബാബ. ബാപ് തോ കഹത്തെ ഹേ ആപ്പ് ബനാവോ, താങ്കൾ ഉണ്ടാക്കൂ എന്ന് പറയാ. ബാപ്പ് കഹത്തെ ഹേ ആജ് ഹി ബനാവോ, ഇന്ന് തന്നെ തീയതി കുറിക്കൂ. കോൺഫറൻസ് की डेट फिक्स किया है और यह इसकी भी कॉन्फ्रेंस करोना. അപ്പൊ ബാബ പറയുന്നത് നിങ്ങൾ കോൺഫറൻസിന്റെ ഡേറ്റ് ഒക്കെ നിങ്ങൾ ഫിക്സ് ചെയ്തില്ലേ, ഇപ്പൊ നിങ്ങൾ ഇതിന്റെ കോൺഫറൻസും ചെയ്യൂ. വിദേശി ക്യാ സമജ്തേ ഹേ ഡേറ്റ് ഫിക്സ് ഹോ സക്തി ഹേ, അതായത് വിദേശി കുട്ടികളോട് ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഡേറ്റ് കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ, ഡേറ്റ് ഫിക്സ് ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുക വിദേശി കുട്ടികളോട്.
ഡേറ്റ് ഫിക്സ് കരേങ്കെ ഹാ യാ നാ. ഇത് നിങ്ങൾ ഡേറ്റ് കുറിക്കില്ലേ അതോ ഇല്ലേ എന്ന് ചോദിക്കുക ബാബ. ദാദി ജാനകി കെ സാത്ത് റായ് കർക്കെ കർണ. ഇത് അന്ന് ബാബ ജാനകി ദാദിയുടെ പറയാണ്. ജാനകി ദാദി ആയിട്ട് നിങ്ങൾ സംസാരിച്ച് ചർച്ച ചെയ്തിട്ട് ഡേറ്റ് കുറിക്കൂ ബാബ പറയാം. അച്ഛാ, देश विदेश के चारों मोर के बाप के अति समीप अति प्यारे और न्यारे बाप दादा देख रहे हैं कि सभी बच्चे लगन में मगन हो लौलीन स्वरूप में बैठे हुए हैं. ബാബ പറയുന്നത് ദേശവിദേശത്തുള്ള 4 ഭാഗത്തുള്ള എല്ലാ കുട്ടികൾക്കും ബാബ് ദാദയുടെ അതിസമീപത്തിരിക്കുന്ന അതിസ്നേഹിയായ എന്ന വേറിട്ടിരിക്കുന്ന ബാബ്ദാദ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? എല്ലാ കുട്ടികളും അതായത് ബാബ്ദാദയോടുള്ള സ്നേഹത്തിൽ മുഴുകി ലൗലീൻ സ്വരൂപത്തിലിരിക്കുകയാന്ന് പറയാം. സുൻ രഹേ ഹേ ഓർ മിലൻ കെ ജൂലേ മേം ജൂൽ രഹേ ഹേ, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ആ മിലനം കൂടിക്കാഴ്ചയുടെ ആ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. ദൂർ നഹി ഹേ ലേക്കിൻ നയനോം കെ സാമനെ ബി നഹി, അതായത് ദൂരത്തുമല്ല എന്ന കണ്ണുകൾക്ക് മുന്നിലുമല്ല. സമായേ ഹുയേ ഹേ, ലയിച്ചിരിക്കുകയാണെന്ന് പറയാ കണ്ണുകളില്. तो ऐसे सन्मुख मिलन मनाने वाले और अव्यक्त रूप में लवलीन बच्चे सदा बाप समान त्याग तपस्या और सेवा का सबूत दिखाने वाले सबूत बच्चे. ബാബ എന്താ പറയുന്നത്? അതുപോലെ തന്നെ സന്മുഖത്ത് മിലനം ആഘോഷിക്കുന്ന കുട്ടികൾക്കും അവ്യക്ത രൂപത്തില് ലൗലീനമായിട്ടിരിക്കുന്ന കുട്ടികൾക്കും അത് സദാ ബാബയ്ക്ക് സമാനം ത്യാഗം തപസ്യ സേവനത്തിന്റെയും എല്ലാം സബൂത്ത്, അതായത് അതിന്റെ എല്ലാം തെളിവ് കാണിച്ചു കൊടുക്കുന്ന സബൂത്ത് ബച്ചേ. അതായത് ബാബ പറയുന്നത് ബാബയ്ക്ക് സമാനം എങ്ങനെയാണോ ത്യാഗം തപസ്യ സേവനം ഇതിന്റെ എല്ലാം തെളിവും കാണിച്ചു കൊടുക്കുന്ന കുട്ടികൾക്കും സദാ ഏകാഗ്രത की शक्ति द्वारा विश्व का परिवर्तन करने वाले विश्व परिवर्तक बच्चे, അതായത് സദാ ഏകാഗ്രതയുടെ ശക്തിയിലൂടെ വിശ്വത്തിന്റെ പരിവർത്തനം ചെയ്യുന്ന വിശ്വപരിവർത്തകരായ കുട്ടികൾക്കും സദാ ബാപ് സമാൻ തീവ്ര പുരുഷാർത്ഥ ദ്വാര ഉഡ്നെ വാലെ ഡബിൾ ലൈറ്റ് ബച്ചോം കോ, അതായത് ബാബയ്ക്ക് സമാനം തീവ്ര പുരുഷാർത്ഥത്തിലൂടെ എന്താണ് ഡബിൾ ലൈറ്റ് ആയിട്ട് മാറുന്ന കുട്ടികൾക്കും ബാപ് ദാദാക്ക ബഹുത്ത് 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 യാദ് പ്യാർ ഓർ നമസ്തേ. ബാപ് ദാദയുടെ എന്താണ് വളരെ വളരെ വളരെയധികം സ്നേഹസ്മരണകളും നമസ്തേയും ബാബ പറയാം. അപ്പോൾ ബാപ് ദാദാക്കോ ബി യാദ് പ്യാർ ഗുഡ് മോർണിംഗ് ഓർ നമസ്തേ. ഇനി ബാബ സേവാധാരികളോട് സംസാരിക്കുകയാണ്. രാജസ്ഥാനായിരുന്നു അന്നത്തെ ടേൺ ആയിരുന്നത്. അപ്പോൾ അവരോട് പറയാം, രാജസ്ഥാൻ കെ സേവാധാരി ബഹുത്ത് അച്ഛാ സേവാ കാ ചാൻസ് രാജസ്ഥാൻ കോ മില, അതായത് രാജസ്ഥാൻ ആണ് അന്ന് വളരെ ചാൻസ് കിട്ടിയത്, സേവനത്തിന്റെ ചാൻസ് രാജസ്ഥാനിലെ കുട്ടികൾക്കാണ് കിട്ടിയതെന്ന് പറയാം. രാജസ്ഥാൻ കാ ജൈസേ നാം ഹേ രാജസ്ഥാൻ तो രാജസ്ഥാൻ സേ രാജേ ക്വാളിറ്റി വാലെ നിക്കാലോ, അത് എങ്ങനെയാണോ രാജസ്ഥാന്റെ പേര് രാജസ്ഥാൻ എന്നായിട്ടിരിക്കുന്നത് അതുപോലെ രാജസ്ഥാനിൽ നിന്നും രാജ ക്വാളിറ്റി ഉള്ളവരെ കൊണ്ടുവരൂ ബാബ പറയാം. പ്രജാനഹി, പ്രജകളെയല്ല വേണ്ടത്, പേര് തന്നെ രാജസ്ഥാൻ എന്നാ. അപ്പോ രാജ ക്വാളിറ്റി ഉള്ളവരെ അവിടെ നിന്ന് കൊണ്ടുവരാൻ പറയാം ബാബ. രാജ ഘരാനയ്ക്ക് രാജ്യ നിക്കാലോ, അതായത് രാജകുടുംബത്തിലേക്കായിട്ടുള്ള കുട്ടികളെ അവിടെ നിന്നും ഇറക്കൂ എന്ന് പറയാം. തബ് ജൈസ നാം ഹേ രാജസ്ഥാൻ വൈസേ ഹി ജൈസ നാം വൈസേ സേവാക്കി ക്വാളിറ്റി നിക്കലേങ്കി. ബാബ പറയുന്നത് എങ്ങനെയാണോ രാജസ്ഥാന്റെ പേര് ആ പേര് പോലെ തന്നെ അങ്ങനെയുള്ള സേവനത്തിന്റെ ക്വാളിറ്റിയുള്ള രാജ ക്വാളിറ്റിയുള്ള കുട്ടികളെ കൊണ്ടുവരാൻ പറയാം. ഹേ കോയി ചിപ്പേ ഹുയേ രാജേ ലോകയ അബി ബാദലോമേം ഹേ, അതായത് ഒളിഞ്ഞിരിക്കുന്ന രാജ ക്വാളിറ്റിയുള്ള ഒളിഞ്ഞിരിക്കുന്ന കുട്ടികൾ ഇപ്പോഴും മേഘങ്ങൾക്കിടയിലാണോ എന്ന് ചോദിക്കുക ബാബ. വൈസേ ജോ ബിസിനസ്മാൻ ഹേ ഉനോം കെ സേവാ പർ വിശേഷ അറ്റൻഷൻ ദോ, അതായത് ഈ ബിസിനസ് ആയിട്ടുള്ള ആൾക്കാരുള്ള ബിസിനസ്മാൻ
അവരില് നിങ്ങൾ വിശേഷ അറ്റൻഷൻ കൊടുക്കൂ എന്ന് പറയാ ബാബ. കാരണം ബാബ പറയുന്നത് ഈ മിനിസ്റ്റർ, സെക്രട്ടറി അവരെല്ലാം മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ബിസിനസ്മാൻമാര് അവർ സദാ അത് തന്നെയായിരിക്കുമല്ലോ. അപ്പൊ അവരുടെ മേൽ ഒരു വിശേഷമായ അറ്റൻഷൻ കൊടുക്കാൻ പറയാ ബാബ. ബിസിനസ്മാൻ ബാപ്പ് സേ ബി ബിസിനസ് കർണേ മേം ആകെ ബഡ് സക്തേ ഹേ. അതായത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ബാബയുമായിട്ടും ബിസിനസ് ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ബാബത പറയുന്നത് और बिजनेसमैन की सेवा करने से उनकी परिवार की माताएं भी സഹജ് ആ सकती है. നിങ്ങൾ ബിസിനസ്മാൻമാരുടെ സേവനം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പരിവാരത്തിൽ നിന്നും അവരുടെ വീട്ടിൽ നിന്നും മാതാക്കൾക്കും സഹജമായിട്ട് വരാൻ സാധിക്കുമെന്ന് പറയാ ബാബ. അക്കേലി മാതായേം നെഹി ചൽ സക്തി ഹെ. മാതാക്കൾക്ക് തനിയെ വരാൻ സാധിക്കില്ല. ലേക്കിൻ അഗർ ഘർ കാ സ്തംഭ് ആ ജാതാ ഹെ തോ പരിവാർ ആപേ ഹി ധീരെ ധീരെ ബഡ്താ ജാതാ ഹെ. അതായത് വീടിന്റെ നെടുംതൂൺ അല്ലെങ്കിൽ വീടിന്റെ നാഥൻ വന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന മാതാക്കൾക്കും സഹജമായിട്ട് പതുക്കെ പതുക്കെ അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്ന് പറയാ ബാബ. ഇസ്ലിയെ രാജസ്ഥാൻ കോ രാജേ ക്വാളിറ്റി നിക്കാൽനി ഹേ. ഇതുകൊണ്ട് രാജസ്ഥാനിൽ നിന്നും നിങ്ങൾ രാജ ക്വാളിറ്റി ഉള്ളവരെ ഇറക്കാൻ പറയാ ബാബ. ഏസാ കോയി നെഹി ഹേ ഏസാ നെഹി കഹോ. അതായത് അങ്ങനെ ആരുമില്ല, അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത് എന്ന് പറയാ. തോട ഡോണ പടയങ്ക. അതായത് ബാബ പറയുന്നത് നിങ്ങൾ കുറച്ച് അന്വേഷിക്കണം, കുറച്ച് നിങ്ങൾ തിരയണം എന്ന് പറയാ ബാബ. ലേക്കിൻ ഹേ. ബാബ പറയുന്നത് ഉണ്ട്, നിങ്ങൾ കുറച്ച് തെരഞ്ഞാ മതി, അവിടെ ഉണ്ട് എന്ന് പറയാ ബാബ. തോടാസ ഉനോം കെ പീച്ചെ സമയ ദേന പഡ്താ ഹേ. നിങ്ങൾക്ക് അവരുടെ പുറകെ കുറച്ച് സമയമൊക്കെ ചിലപ്പോൾ ചെലവഴിക്കേണ്ടി വരും. പക്ഷെ ബാബ പറയുന്നത് നിങ്ങൾ അന്വേഷിക്കണം, അവിടെ ഉണ്ട് എന്ന് പറയാ. ബിസി രഹത്തേഹേന. ബിസിനസ്മാൻ എന്ന് പറയുന്നത് അവര് ബിസി ആയിരിക്കും, അതുകൊണ്ട് നിങ്ങൾ അവർക്ക് പുറകെ കുറച്ച് സമയം ചെലവഴിക്കേണ്ടി വരും എന്ന് പറയാ. കോയി ഏസി വിധി ബനാനി പടുത്തി ജോ വഹ് നജ്ദീക് ആവേ. അപ്പൊ ബാബ പറയുന്നത് അവരെ സമീപത്തേക്ക് കൊണ്ടുവരാനുള്ള വിധി നിങ്ങൾ ഉണ്ടാക്കണം, അങ്ങനെയുള്ള സേവനത്തിന്റെ വിധി നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയാ ബാബ. ബാക്കി അച്ചാഹെ. ബാക്കിയെല്ലാം നല്ലതാണ്. സേവാക്ക ചാൻസ് ലിയ ഹർ ഏക് സോൺ ലേത്താ ഹെ. അതായത് സേവനത്തിന്റെ ചാൻസ് എടുത്തു, എല്ലാ സോണുകാരും ഇതുപോലെ സേവനത്തിന്റെ ചാൻസ് എടുക്കുന്നുണ്ട് എന്ന് പറയാം. യഹ് ബഹുത് അച്ഛാ നജ്ദീക് ആനെ ഓർ ദുആയെ ലേനെ കാ സാധൻ ഹേ. അപ്പൊ ബാബു പറയുന്നത് ഈ സേവനത്തിന്റെ ചാൻസ് എടുക്കുക എന്നുള്ളത് സമീപത്ത് കൊണ്ടുവരാനും അതുപോലെ തന്നെ ആശീർവാദം എടുക്കുവാനുള്ള മാർഗമാണ് എന്ന് പറയാ ബാബ. ചാഹെ ആപ് ലോഗോം കോ സബ് ദേക്കെ യാ നഹി ദേക്കെ जाने या नहीं जाने लेकिन जितनी अच्छी सेवा होती है तो दुआएं खुद निकलती है और वह दुआएं पहुंचती बहुत जल्दी है. ബാബ എന്താ പറയുന്നത്, ഇപ്പൊ നിങ്ങള് കുട്ടികളെ എല്ലാവരും ദേക്കായ നഹി ദേക്കെ. നിങ്ങളെ എല്ലാവരും കണ്ടാലും കണ്ടില്ലെങ്കിലും, നിങ്ങൾ കുട്ടികളെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ജിത്തനി അച്ചി സേവ ഹോത്തി ഹെ. എത്രയധികം സേവനം നിങ്ങൾ ചെയ്യുന്നുവോ അത്രയും ആശീർവാദങ്ങൾ നിങ്ങൾ സ്വതവേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയാം. അതുകൂടാതെ ആ ആശീർവാദങ്ങൾ വളരെ വേഗത്തില് നിങ്ങളിലേക്ക് എത്തും. കാരണം എന്താണ്, അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ആശീർവാദങ്ങളാണ്. അപ്പൊ എത്രമാത്രം സേവനത്തിന്റെ ചാൻസ് എടുക്കുന്നുവോ അത്രയും ആശീർവാദങ്ങൾ വളരെ പെട്ടെന്ന് നമ്മൾ കുട്ടികളിലേക്ക് എത്തുന്നു പറയാം. കാരണം അത് ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദമാണ്. ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദം പെട്ടെന്ന് എത്തുമെന്ന് പറയാ ബാബ. തോ ദിൽമേം ജൽദി പഹുഞ്ചത്തി ഹേ. ഹൃദയത്തിൽ പെട്ടെന്ന് വരുമെന്ന് പറയാ ബാബ. ബാബ് ദാദാ തോ കഹത്തെ ഹേ സബ്സെ സഹജ് പുരുഷാർത്ഥ് ഹേ ദുആയേം ദോ ഓർ ദുആയേം ലോ. ബാബ എന്താ പറയുന്നത്, ഏറ്റവും സഹജമായിട്ടുള്ള പുരുഷാർത്ഥമാണ് ആശീർവാദം കൊടുക്കുക, ആശീർവാദം എടുക്കുക. ദുആओं से जब खाता भर जाएगा तो भरपूर खाते में माया भी डिस्टर्ब नहीं करेंगे. അതായത് ആശീർവാദത്താൽ നിങ്ങളുടെ ഖജനാവ് എപ്പോൾ സമ്പന്നമാകുന്നുവോ ആ സമ്പന്നതയുടെ മേല് ഒരിക്കലും മായ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് പറയാം. അപ്പൊ
അപ്പൊ ഈ ആശീർവാദങ്ങൾ കൊടുക്കുക, ആശീർവാദങ്ങൾ എടുക്കുക, അങ്ങനെ അങ്ങനെ ആശീർവാദങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നിറഞ്ഞിരിക്കുന്നതിന്റെ മേല് മായ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് പറയാ ബാബ. ജമാക്ക ബൽ മിൽത്താഹേ, അതായത് ശേഖരണത്തിന്റെ ബലവും നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് പറയാ ബാബ. രാജി രഹോ ഓർ സർവകോ രാശി കരോ, അതായത് സന്തുഷ്ടമായിട്ടിരിക്കൂ, മറ്റുള്ള എല്ലാവരെയും സന്തുഷ്ടരാക്കൂ എന്ന് പറയാം. ഹർ ഏക് കെ സ്വഭാവ കാ രാസ് ജാൻകർ രാജി കരോ, ഓരോരുത്തരുടെയും സ്വഭാവത്തിന്റെ രഹസ്യം മനസ്സിലാക്കി സന്തുഷ്ടമായി പോകൂ എന്ന് പറയാ ബാബ. ഏസാ നഹി കഹോ യഹുതോ ഹേ ഹി നാരാസ്, ഇങ്ങനെ പറയരുത്, ഇവര് എന്താണ് കുറച്ച് ക്രോധമുള്ളവരാണ്, അല്ലെങ്കിൽ ഇവർ അസന്തുഷ്ടരാണ്, അങ്ങനെ ഒന്നും പറയരുതെന്ന് പറയാ ബാബ. ആപ്പ് സ്വയം രാസ്കോ ജാൻ ജാവോ, ഉൻകി നബ്ജ് കോ ജാൻ ജാവോ, ഫിർ ദുവാ കി ദവാ ദോ, അതായത് നിങ്ങൾ സ്വയത്തിന്റെയും രഹസ്യം മനസ്സിലാക്കൂ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നാഡിയും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോയിട്ട് പിന്നെ അവർക്ക് എന്ത് കൊടുക്കണം? ദുവാ കി ദവാ ദോ, അതായത് ആശീർവാദത്തിന്റെ ആ മരുന്ന് കൊടുക്കൂ എന്ന് പറയാ ബാബ. തോ സഹജ് ഹോ ജായേഗ, അപ്പൊ നിങ്ങൾക്കെല്ലാം സഹജമായി മാറും എന്ന് പറയാം. ടീക് ഹേന രാജസ്ഥാനുകാരോട് ശരിയല്ലേ എന്ന് ചോദിക്കുക ബാബ. രാജസ്ഥാൻ കി ടീച്ചേഴ്സ് ഉടോ, ഈ രാജസ്ഥാനിലെ ടീച്ചറോട് എണീക്കാൻ പറയാ ബാബ. സേവാ കി മുബാരക് ഹോ, സേവനത്തിനെല്ലാം ആശംസകൾ കൊടുക്ക ബാബ. തോ സഹജ് പുരുഷാർത്ഥ കരോ ദുആയേം ദേത്തെ ജാവോ, അതായത് സഹജമായി നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യൂ, അതുപോലെ ആശീർവാദം കൊടുത്തുകൊണ്ടേ പോകൂ. ലേനേക്ക സങ്കല്പ നഹി കരോ, എടുക്കാനുള്ള സങ്കല്പം നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാ ബാബ. ദേത്തെ ജാവോ തോ മിൽത്താ ജായേഗ, നിങ്ങൾ കൊടുത്തുകൊണ്ടേ പോകും, ആശീർവാദങ്ങൾ കൊടുത്തുകൊണ്ടേ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് ബാബ പറയാം. ദേനേ ഹി ലേനാ ഹേ, അതായത് കൊടുക്കുക തന്നെയാണ് എടുക്കുക എന്ന് പറയാ ബാബ. ടീക് ഹേന, ശരിയല്ലേ? ഏസാ ഹേന, അങ്ങനെയല്ലേ ചോദിക്ക. ദാതാക്കെ ബച്ചേ ഹേന, നിങ്ങള് ദാതാവിന്റെ കുട്ടികളല്ലേ? കോയി ദേ തോ ദേ, അതായത് ആരെങ്കിലും തന്നാൽ തരാം, അങ്ങനെയല്ല എന്ന് പറയാ ബാബ. ദാദാ ബൻകെ ദേത്തെ ജാവോ തോ ആപേ ഹി മിലേഗ, ഇത് ദാതാവായി മാറി നിങ്ങൾ കൊടുത്തുകൊണ്ടേ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വതവേ കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയാ ബാബ. അച്ഛാ, ജോ ഇസ് കൽപ്പമേ പഹലി ബാർ ആയേ ഹേ വോ ഹാത്തുടാവോ, ആരാണോ ഈ കൽപ്പത്തില് എന്താണ് ആദ്യത്തെ തവണ വന്നിരിക്കുന്നത്, ബാബ മിലനത്തിന് ആദ്യത്തെ തവണ ഈ കൽപ്പത്തില് ആരാണോ വന്നിരിക്കുന്നത് അവര് കൈ ഉയർത്തു എന്ന് പറയാ. ആദേ പഹലേ വാലേ ആത്തേ ഹേ, ആദേ നയേ ആത്തേ ഹേ, ഇത് പകുതി മുമ്പ് വന്നിട്ടുള്ളവരാണ്, പകുതി പുതിയതായിട്ട് വന്നിട്ടുള്ളവരായിരുന്നു അന്ന്, അതാണ് ബാബ പറയുന്നത്. അച്ഛാ, പീച്ചേ വാലേ കിനാരേമേ ബൈഠേ ഹുയേ സബി സഹയോഗി ഹോ, സഹജ് യോഗി ഹോ തോ ഏക് ഹാത്തുടാവോ, ഇത് പിന്നിലിരിക്കുന്നവരോട് ബാബ പറയാണ്, നിങ്ങൾ സഹജയോഗിയാണെങ്കിൽ ഒരു കൈ ഉയർത്തൂ എന്ന് പറയാ ബാബ. അച്ഛാ, ഇനി ബാബ വിദായിക്ക് സമയം, ബാബ തിരിച്ചു പോകുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഒരു പറയാ ബാബ. ബാബ് ദാദാക്കോ രഥയാത്രാവോം കാ സമാചാർ സുനായ, അതായത് അന്ന് രഥയാത്ര നടക്കുന്ന സമയമായിരുന്നു, അതിന്റെ എല്ലാം വാർത്തകൾ ബാബ് ദാദയ്ക്ക് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. ചാരോം തരഫ് കാ യാത്രാവോം കാ സമാചാർ സമയ് പ്രതി സമയ് ബാബ് ദാദാ കെ പാസ് ആത്താ രഹതാ ഹെ, അതായത് 4 ഭാഗത്തും ഈ രഥയാത്ര നടക്കുന്നുണ്ടായിരുന്നു, അതിന്റെ എല്ലാ വാർത്തകള് സമയമനുസരിച്ച് തന്നെ ബാബ് ദാദയുടെ അടുക്കൽ എത്തുന്നുണ്ടായിരുന്നു. അച്ഛാ, സബ് ഉമംഗ് ഉത്സാഹ് സെ സേവാ കാ പാർട്ട് ബജാ രഹാ ഹെ, ബാബ പറയുന്നത് വളരെ നല്ലത്, എല്ലാവരും വളരെ ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കൂടി സേവനത്തിന്റെ പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭക്തോം കോ ദുആയെ മിൽ രഹി ഹെ, അതായത് ഭക്തർക്കും എന്താണ് ആശീർവാദം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓർ ജിൻ ഭക്തോം കി ഭക്തി പൂരി ഹുയി ഉനോം കോ ബാപ്പ് കാ പരിചയ് മിൽ ജായേഗ, അതായത് ബാബ പറയുന്നത് ഏത് ഭക്തരാണോ അവരുടെ ഭക്തി ഭക്തി കഴിഞ്ഞിട്ടിരിക്കുന്നത്, ഭക്തി അവരുടെ അവസാനിക്കുക അല്ലെ, ഭക്തി അവസാനിക്കുമ്പോ എന്താണ് അവർക്ക് ബാബയുടെ പരിചയവും കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറയാ ബാബ. और परिचय वालों से
जो बच्चे बनने होगे वह भी दिखाई देते रहेंगे. അപ്പൊ ബാബ പറയുന്നത് ഏത് കുട്ടികളാണോ ബാബയുടെ പരിചയത്തിലൂടെ ബാബയുടെ കുട്ടിയായിട്ട് മാറിയത് അവരെയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി സേവ അച്ചി ചൽ രഹി ഹെ, ബാക്കി സേവനമെല്ലാം നന്നായി നടക്കുന്നുണ്ട്. और जो भी साधन बनाया है वह साधन अच्छा सबको ആകർഷിത് कर रहा है. ഇത് എന്തെല്ലാം സാമഗ്രികളാണോ നിങ്ങൾ സേവനത്തിനായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അതെല്ലാം എല്ലാവർക്കും വളരെ ആകർഷിതമാക്കിക്കൊണ്ടിരിക്കുകയാന്ന് പറയാം. എല്ലാവരെയും അട്രാക്ട് ചെയ്യിക്കുന്നുണ്ട് ആ സാധനങ്ങളെല്ലാം. अभी रिजल्ट में कौन कौन किस कैटेगरी में निकलता है वह मालूम पड़ जाएगा. അതായത് ഇപ്പൊ റിസൾട്ട് വരുമ്പോ ആരെല്ലാം ഏതെല്ലാം കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയാ ബാബ. ലേക്കിൻ ഭക്തോം കോ ബി ആപ് സബ് കി നസർ ദൃഷ്ടി മിലി പരിചയ് മില യഹ് ബി അച്ഛാ സാധൻ ഹെ. ഭക്തർക്കാണെങ്കിലോ നിങ്ങളുടെ ദൃഷ്ടിയും പരിചയവും ബാബയുടെ പരിചയവും എല്ലാം കിട്ടിയല്ലോ, ഇതും വളരെ നല്ല ഒരു മാർഗമാണ് എന്ന് പറയാ ബാബ. അബ് ആകെ ബഡ്കർ ഇനോം കി സേവാ കർ ആകെ ബഡാത്തെ രഹന. ഇപ്പൊ ബാബ പറയുന്നത് ഇനി മുന്നോട്ട് പോയി ഇവരുടെ സേവനം ചെയ്തുകൊണ്ടേ പോകൂ എന്ന് പറയാ ബാബ. ഇവരുടെയൊക്കെ സേവനം ഭക്തർക്ക് നമ്മള് ഭക്തരുടെ സേവനമാണല്ലോ കുട്ടികൾ ചെയ്യുന്നത്, അപ്പോൾ അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകൂ എന്ന് പറയാ ബാബ. ജോബി രഥ യാത്രാമേം സേവാ കർ രഹേ ഹേ അദക് ബൻ സേവാ കർ രഹേ ഹേ ഉൻ സബി കോ യാദ് പ്യാർ. ഇത് ആരാണോ രഥയാത്രയിൽ സേവനം ചെയ്യുന്നത്, അക്ഷീണരായിട്ട് സേവനം ചെയ്യുന്നത്, അവർക്ക് എല്ലാം സ്നേഹസ്മരണ കൊടുക്ക ബാബ. ബാബ്ദാദ സബി കോ ദേഖ്തേ രഹ്തേ ഹേ. ബാബ്ദാദ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാം. और सफलता तो ജന്മസിദ്ധ അധികാർ ഹേ. സഫലത ജന്മസിദ്ധ അധികാരമാണ് എന്ന് പറയാ ബാബ. അച്ഛാ, ഇനി ബാബ मॉरिशस में अपने ईश्वरीय विश्वविद्यालय को नेशनल यूनिवर्सिटी अवार्ड प्राइस मिनिस्टर द्वारा मिला है. അതായത് അന്ന് മൗറീഷ്യസില് എന്താണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന് നാഷണൽ യൂണിവേഴ്സിറ്റി അവാർഡ് പ്രൈം മിനിസ്റ്ററിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ബാബ പറയാ. मॉरिशस में वैसे भी VIP का कनेक्शन अच्छा रहा है और प्रभाव भी अच्छा रहा है, इसलिए गुप्त सेवा का फल मिला है तो സബി കോ ഖാസ് മുബാരക്. അപ്പൊ ബാബ പറയണ മൗറീഷ്യസിലാണെങ്കിൽ VIP-കളായിട്ടുള്ള കണക്ഷൻ വളരെ നല്ല രീതിയിലുണ്ട്, അതുപോലെ നല്ല പ്രഭാവമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗുപ്ത സേവനത്തിന്റെ ഫലം കിട്ടി. അതായത് ആ ഒരു അവാർഡ് കിട്ടിയില്ല, ഗുപ്ത സേവനത്തിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടി. അതിന് ബാബ വളരെയധികം ആശംസകൾ തരാണ്. അച്ഛാ, ഓം ശാന്തി. ഇനി ബാബ വരദാനം പറയുന്നത് ശ്വാസോം ശ്വാസ് യാദ് ഓർ സേവാ കെ ബാലൻസ് ദ്വാരാ ബ്ലെസ്സിംഗ് പ്രാപ്ത് കർണേ വാലെ സദാ പ്രസന്ന ചിത്ത് ഭവ. അതായത് ശ്വാസത്തിലൂടെ യാദ് ഓർമ്മയും അതുപോലെ തന്നെ സേവനവും, ഓർമ്മയുടെയും സേവനത്തിന്റെയും ബാലൻസിലൂടെ ഓരോ ശ്വാസത്തിലും ഓർമ്മയുടെയും സേവനത്തിന്റെയും ബാലൻസിലൂടെ ബ്ലെസ്സിങ്സ് പ്രാപ്തമാക്കുന്ന, അതായത് ആശീർവാദങ്ങൾ പ്രാപ്തമാക്കുന്ന സദാ പ്രസന്ന ചിത്ത ഭവ, സദാ പ്രസന്ന ചിത്തരായി ഭവിക്കൂ എന്ന് പറയാ ബാബ. ബാബ അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് ജൈസെ അറ്റൻഷൻ രഖ്തേ ഹോ കി യാദ് കി ലിങ്ക് സദാ ജൂട്ടാ രഹേ വൈസെ സേവാ മേം ബി സദാ ലിങ്ക് ജൂട്ടാ രഹേ. എങ്ങനെയാണോ നിങ്ങൾ ഓർമ്മയുടെ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ബാബയുടെ ഓർമ്മയുടെ ആ ഒരു കണക്ഷൻ സദാ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, വളരെ അറ്റൻഷൻ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണല്ലോ ബാബയുടെ ഓർമ്മിക്കാൻ ഇരിക്കുമ്പോൾ ആ ഒരു കണക്ഷൻ നിങ്ങൾ എങ്ങനെയാണോ യോജിപ്പിക്കുന്നത് സദാ, അതുപോലെ തന്നെ സേവനത്തിലും സദാ നിങ്ങൾ ആ കണക്ഷൻ യോജിപ്പിക്കൂ എന്ന് പറയാം. ബാബയുമായിട്ടുള്ള ആ കണക്ഷൻ സദാ ഓർമ്മയിൽ എങ്ങനെയാണോ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ യോജിപ്പിക്കുന്നത് ബാബയുമായിട്ടുള്ള കണക്ഷൻ, അതുപോലെ തന്നെ സേവനത്തിലും ആ ഒരു കണക്ഷൻ നിങ്ങൾ യോജിപ്പിക്കൂ. ശ്വാസോം ശ്വാസ് യാദ് ഓർ ശ്വാസോം ശ്വാസ് സേവാ ഹോ.
അതായത് ഓരോ ശ്വാസത്തിലും എങ്ങനെയാണോ ഓർമ്മ, അതുപോലെ ശ്വാസവും ശ്വാസ സേവാഹോ, ഓരോ ശ്വാസത്തിലും സേവനവും. ഇസ്കോ കഹത്തെ ഹേ ബാലൻസ്. അതിനെയാണ്, അതായത് ഓർമ്മയും സേവനവും. ഓരോ ശ്വാസത്തിലും ഓർമ്മയും ഉണ്ടായിരിക്കണം, ഓരോ ശ്വാസത്തിലും സേവനവും. ഇതിനെയാണ് പറയുന്നത് ബാലൻസ് ചെയ്യുക. ഇസ് ബാലൻസ് സേ സദാ ബ്ലെസ്സിംഗ് കാ അനുഭവ് കർത്തേ രഹേംഗെ. ഈ ബാലൻസിലൂടെ എന്താ ബാബ പറയുന്നത്? സദാ നമുക്ക് ആശീർവാദത്തിന്റെ അനുഭവം നമുക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. और यही आवाज दिल से निकलेगा कि ആശീർവാദവും സേ പൽ രഹേ ഹേ. ഇങ്ങനെയൊരു ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന പറയാ ബാബ. അതായത് ആശീർവാദത്തിലൂടെ സംരക്ഷിക്കപ്പെടുകയാണ്. മെഹനത്ത് സേ ബുദ്ധി യുദ്ധ സേ ചൂട്ട് ജായെങ്കിൽ, അതായത് പരിശ്രമത്തിൽ നിന്നും യുദ്ധം ചെയ്യുന്നതിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെടുന്നു പറയാ ബാബ. അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മുക്തമാകാം. ക്യാ ക്യൂം കൈസെ ഇൻ പ്രശ്നോം സെ മുക്ത് ഹോ സദാ പ്രസന്ന ചിത്ത രഹേംഗെ. ഇത് എന്താണ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് സദാ മുക്തമായിട്ട് പ്രസന്ന ചിത്തരായിട്ടിരിക്കാൻ സാധിക്കും എന്ന് പറയാ ബാബ. फिर सफलता जन्म सिद्ध अधिकार के रूप में अनुभव होगी. പിന്നെ നിങ്ങൾക്ക് എന്താണ്, ഇതിൽ നിന്നെല്ലാം മുക്തമായ പിന്നെ എന്താണ്, സഫലത നിങ്ങളുടെ ജന്മസിദ്ധ അധികാരത്തിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് അനുഭവമാകും. അല്ലെ, നമുക്ക് ഓൾറെഡി ഒരു ജന്മസിദ്ധമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിനൊരു പരിശ്രമം ചെയ്യേണ്ട കാര്യമില്ല, അല്ലെ, അത് വളരെ സഹജമായിട്ടിരിക്കും. അതുപോലെ ബാബ പറയുന്നതാണ്, നിങ്ങൾക്ക് സഫലത ജന്മസിദ്ധ അധികാരത്തിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് അനുഭവം ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ ഏതിലാ ശ്രദ്ധ വയ്ക്കേണ്ടത്? ഓരോ ശ്വാസത്തിലും ഓർമ്മ, ഓരോ ശ്വാസത്തിലും സേവനം. അതിന്റെ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ബാബയുമായിട്ടുള്ള കണക്ഷൻ സദാ യോജിച്ചിരിക്കണം. സദാ ബാബയുമായിട്ടുള്ള കണക്ഷൻ ഓർമ്മയിൽ എങ്ങനെയാണോ യോജിച്ചിരിക്കുന്നത്, അതുപോലെ സേവനത്തിലും സദാ ബാബയുമായിട്ടുള്ള കണക്ഷൻ യോജിച്ചിരിക്കുമ്പോൾ ആ ഒരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബ്ലെസ്സിങ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഈ ബ്ലെസ്സിങ്സിലൂടെ നമുക്ക് എന്താണ് പ്രാപ്തമാകുന്നത്? സഫലത ജന്മസിദ്ധ അധികാരമാണ് എന്നതിന്റെ അനുഭവം നമുക്ക് പ്രാപ്തമാകുമെന്ന് പറയാ ബാബ. ഈ ശ്ലോകൻ പറയുന്നത്, बाप से इनाम लेना है तो स्वयं से और साथियों से निर्विघ्न रहने का സർട്ടിഫിക്കറ്റ് സാത്ത് ഹോ. ഇത് ബാബ പറയുന്നത്, ബാബയിൽ നിന്നും സമ്മാനം നേടുന്നതിനായി സ്വയത്തിന്റെയും അതുപോലെ കൂടെയുള്ളവരുടെയും നിർവിഘ്നമായിരിക്കുന്നതിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണമെന്ന് പറയാം ബാബ. അതായത് സ്വയവും നിർവിഘ്നമാണ്, പിന്നെ കൂടെയുള്ളവരും പറയണം എന്താണ്, നിർവിഘ്ന സ്ഥിതിയാണ് നമ്മളുടെ. അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൂടെ വേണം. അപ്പൊ നമുക്ക് ബാബയിൽ നിന്നും എന്താണ് സമ്മാനം നേടാൻ സാധിക്കുമെന്ന് പറയാ ബാബ. ഇന്നത്തെ സമ്മാനം കർമ്മയോഗിയാകൂ എന്നാണ് ഈ മാസത്തെ സമ്മാനം. അതിൽ ബാബ എന്ന് പറയുന്നത്, കർമ്മയോഗി കർമ്മഭോഗം അനുഭവിക്കുമ്പോൾ നല്ലതോ മോശമോ ആയ കർമ്മത്തിന് വശീഭൂതമാകാൻ കഴിയുകയില്ല. കർമ്മയോഗി എന്ന പേര് തെളിയിക്കുന്നത് യോഗിയാണ്. അതായത് നിരാകാരി ആത്മീയ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് കർമ്മം ചെയ്യുന്നവരാണ്. കർമ്മം ചെയ്യുമ്പോഴും എന്താണ്, ആ ആത്മീയ സ്വരൂപത്തിലിരുന്നിട്ട്. കർമ്മം കൂടാതെ ഒരു സെക്കൻഡ് പോലും കഴിയാനാവാത്തതുപോലെ തന്നെ ഓർമ്മ, അതായത് യോഗം കൂടാതെയും ഒരു സെക്കൻഡ് കഴിയാൻ സാധിക്കില്ല. അതായത് കർമ്മം നമുക്ക് നിരന്തരം ചെയ്തേ പറ്റൂ, അത് കൂടാതെ നമുക്കൊരു സെക്കൻഡ് പോലും കഴിയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ബാബ പറയുന്നത്, ഓർമ്മ കൂടാതെയും ഒരു സെക്കൻഡ് പോലും കഴിയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സ്ഥിതി വേണം. അതിനാൽ കർമ്മത്തിനൊപ്പം യോഗി എന്ന പേരും ഒപ്പം തന്നെയുണ്ട് എന്ന് പറയാ ബാബ. കർമ്മത്തിനൊപ്പം യോഗി എന്ന പേരും നമുക്ക് ഒപ്പം തന്നെയുണ്ട് എന്ന് പറയാം. ഓക്കെ, ഓം ശാന്തി. ഒരു മിനിറ്റ് ബാബയെ ഓർമ്മിക്കാം.
जीवन के दाता सांसों के स्वामी ये नैया की पतवार तुमको है अर्पण। जीवन के दाता सांसों के स्वामी ये नैया की पतवार तुमको है अर्पण। प्राणों के प्यारे बाबा हमारे, प्राणों के प्यारे बाबा हमारे, तुझे तेरा सब कुछ समर्पण समर्पण। जीवन के दाता सांसों के स्वामी ये नैया की पतवार तुमको है अर्पण। सदा के है साथी सच्चे सहारे, तेरे थे तेरे हैं तेरे ही रहेंगे। सदा के है साथी सच्चे सहारे, तेरे थे तेरे हैं तेरे ही रहेंगे। दिल के दिलारा दिल से हम कहते, दिलों जा से बाबा तुझ पे है अर्पण। प्राणों के प्यारे बाबा हमारे, प्राणों के प्यारे बाबा हमारे, तुझे तेरा सब कुछ समर्पण समर्पण। जीवन के दाता सांसों के स्वामी ये नैया की पतवार तुमको है अर्पण। तू आश विश्वास बल है भरोसा, तू बाबा संसार साकार सपना। अगर टूटती सांस काम आए तेरी, अहो भाग्य जीवन बने धन्य अपना। यही एक अरमां है दिल में हमारे कि हमने दिखे तू बने ऐसा दर्पण। प्राणों के प्यारे बाबा हमारे, प्राणों के प्यारे बाबा हमारे, तुझे तेरा सब कुछ समर्पण समर्पण। जीवन के दाता सांसों के स्वामी ये नैया की पतवार तुमको है अर्पण। जीवन के दाता सांसों के स्वामी ये नैया की पतवार तुमको है अर्पण। ओम शांति। ओम शांति। ओम शांति। ओम शांति। ओम शांति।